പരിശുദ്ധമായ റമദാനിലെ ഏറ്റവും ശ്രദ്ധേയവും ശ്രേഷ്ഠവുമായ റമദാൻ 27-ാം രാവോട് അനുബന്ധിച്ചാണ് നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അള്ളാഹു വർണ്ണമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രാർത്ഥന എപ്പോഴും നമുക്ക് വലിയ ആയുധമാണ്. അദ്ദുആഉ സിലാഹുൽ മുഅ്മിൻ, മുഅ്മിനിന്റെ ആയുധം പ്രാർത്ഥനയാണ് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പലപ്പോഴും നിസ്കാരങ്ങൾ കഴിഞ്ഞ് അലസത വെക്കുന്ന ആളുകൾക്ക് അതൊരു പാഠമാണ്. നിസ്കാരത്തിന് ശേഷമുള്ള പ്രാർത്ഥന ദുആഇന് ഏറ്റവും ബന്ധപ്പെട്ടതാണ്. അസ്റഉ ഇലൽ ഇജാബ, ഉത്തരം കിട്ടാൻ ഏറ്റവും ബന്ധപ്പെട്ടതാണ് ഫർദ് നമസ്കാരങ്ങൾ കഴിഞ്ഞാൽ ഉടനെയുള്ള പ്രാർത്ഥനയെന്നും സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പാതിരാത്രി സമയത്തുള്ള പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കുന്നത് പോലെ, നോമ്പുകാരൻ നോമ്പ് നോറ്റുകൊണ്ടുള്ള പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്നത് പോലെ, മഗ്‌രിബിന് തൊട്ടു മുമ്പുള്ളതാകുന്ന സമയം പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്നത് പോലെ, ഫർദ് നമസ്കാരങ്ങൾ കഴിഞ്ഞാൽ ഉടനെയുള്ള നിന്റെ നിസ്കാരങ്ങൾക്കും സുഹൃതങ്ങൾക്കും ശേഷമുള്ള പ്രാർത്ഥനയ്ക്ക് വലിയ വിലയാണ് വിശുദ്ധ ഇസ്ലാം നൽകിയിട്ടുള്ളത്. അള്ളാഹു അമൽ ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. പ്രിയമുള്ള സഹോദര സഹോദരിമാരെ, ഒരു ഒട്ടകത്തിൻ്റെ പുറത്ത് തൻ്റെ സാധന സാമഗ്രികൾ മുഴുവനും കയറ്റി വെച്ചുകൊണ്ട് വിശാലമായ മരുഭൂമിയിലൂടെ ഒരു വ്യക്തി യാത്ര ചെയ്യുകയാണ്. പുണ്യനബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുയായികൾക്ക് ഒരു കഥ പറഞ്ഞു കൊടുക്കാൻ. അദ്ദേഹത്തിൻ്റെ ഭക്ഷണവും അദ്ദേഹത്തിൻ്റെ കുടിനീരും എന്ന് വേണ്ട എല്ലാ സാധനങ്ങളും ആ ഒട്ടകത്തിൻ്റെ പുറത്താണ്. യാത്ര ചെയ്തു കുറേ നേരം കഴിഞ്ഞു. നല്ല ക്ഷീണം തോന്നിയപ്പോൾ അദ്ദേഹം ഒരിടത്ത് അദ്ദേഹം വിശ്രമിക്കാൻ വേണ്ടി നിലകൊണ്ടു. അദ്ദേഹത്തിൻ്റെതാകുന്ന സാധന സാമഗ്രികൾ മുഴുവനും കവർച്ച ചെയ്യപ്പെട്ടു എന്ന് അദ്ദേഹത്തിന് പിന്നീട് തിരിച്ചറിയാൻ സാധിച്ചു. വല്ലാതെ വിഷമത്തിലും പ്രയാസത്തിലും നിലകൊള്ളുകയാണ്. മരുഭൂമിയിലാണ്, ഒറ്റപ്പെട്ട് നിൽക്കാൻ, ആരോരും സഹായിക്കാനില്ല. തൻ്റെ എല്ലാ സാധന സാമഗ്രികളും അതിൻ്റെ മുകളിലാണ്. ഒന്ന് ചിന്തിച്ചു നോക്കി, നിങ്ങളെല്ലാവരും ഞാനൊരു മരുഭൂമിയിലേക്കാണ് കൊണ്ടുപോകുന്നത്. ആ മരുഭൂമിയിൽ നമ്മുടെ സാധനങ്ങൾ കയറ്റുവന്ന് വന്ന വാഹനം കവർച്ച ചെയ്യപ്പെട്ടു പോയി, നഷ്ടപ്പെട്ടു പോയി. ഒന്നുമില്ല, കയ്യിൽ ഒരു നയാ പൈസ പോലുമില്ല, കുടിക്കാൻ വെള്ളമില്ല, കഴിക്കാൻ ഭക്ഷണമില്ല. മരുഭൂമിയിലാണ്, അതികഠിനമാകുന്ന ചൂടുണ്ട്. നോമ്പുകാരായി നിലകൊള്ളുന്ന നമ്മൾ ഈ സമയത്ത് തന്നെ കഠിനമാകുന്ന ചൂടും പ്രയാസവും ഉള്ളതാകുന്ന ഈ മാർച്ച് ഏപ്രിൽ മാസത്തിലതാകുന്ന നോമ്പനുഷ്ഠിച്ച് ഈ സമയത്ത് തന്നെ അല്പം വെള്ളം കിട്ടിയാൽ മതി എന്ന് ചിന്തിച്ചുകൊണ്ട് നിലകൊള്ളുന്ന നമ്മൾ മരുഭൂമിയിൽ അകപ്പെട്ടാലുള്ള അവസ്ഥ എന്താണ്? ഒന്ന് ചിന്തിച്ചു നോക്കി. വളരെയേറെ പ്രയാസപ്പെടുകയാണ് അദ്ദേഹം. മാനസികമായി വിഷമിച്ചു, കുറേ നടന്നു, ക്ഷീണിതനായി അവസാനം അദ്ദേഹം ഒന്ന് വിശ്രമിക്കാൻ വേണ്ടി കരുതി കുഴഞ്ഞു വീണ് അദ്ദേഹം ആ കിടന്ന് ഉറങ്ങിപ്പോയി. ഉറക്കിൽ നിന്ന് അദ്ദേഹം എഴുന്നേറ്റ് നോക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, അദ്ദേഹത്തിന്റെ അടുത്ത് തന്നെ കാണാതായതാകുന്ന ഒട്ടകം, അതിന്റെ സാധന സാമഗ്രികളെല്ലാം ഉൾപ്പെടെ അടുത്ത് തന്നെ കണ്ടെത്തുകയാണ്. ഭയങ്കര സന്തോഷം, അപ്പോഴുണ്ടാകുന്ന ആനന്ദം പറഞ്ഞറിയിക്കാൻ പറ്റൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഉടനെ അദ്ദേഹം അല്ലാഹുവിനെ സ്തുതിച്ച് ആകാശത്തിന്റെ അധിപനായ പടച്ച റബ്ബിലേക്ക് രണ്ട് കരങ്ങളും ഉയർത്തിയിട്ട് അദ്ദേഹം പറഞ്ഞു, അല്ലാഹുമ്മ അൻത അബ്ദി വ അന റബ്ബുക്. അല്ലാഹുവേ, ഞാനാണ് നിന്റെ രക്ഷിതാവ്, നീ എൻ്റെ അടിമയാണ്. യഥാർത്ഥത്തിൽ പറയേണ്ടത് അല്ലാഹുമ്മ അൻത റബ്ബി, നീയാണ് എൻ്റെ രക്ഷിതാവ്, വ അന അബ്ദുക്, ഞാൻ നിന്റെ ദാസനെന്നാണ്. പക്ഷെ പറഞ്ഞത് നേരെ തിരിച്ചാണ്. അല്ലാഹുമ്മ അൻത അബ്ദി, നീ എൻ്റെ ദാസനാണ്, വ അന റബ്ബുക, ഞാൻ നിന്റെ രക്ഷിതാവ് എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അഖ്തഅ മിൻ ശിദ്ദത്തിൽ ഫറഹ്, സന്തോഷത്തിന്റെ ആധിക്യം കാരണം തനിക്ക് കിട്ടിയതാകുന്ന നിഅമത്ത് തിരിച്ചു കിട്ടിയല്ലോ, ഈ അനുഗ്രഹത്തിൻ്റെതാകുന്ന വലിയ സന്തോഷത്തിൽ അദ്ദേഹം പറഞ്ഞുപോയ വാക്കാണത്. അറിയാതെ വാക്കിൽ പിഴവ് വന്നതാണ്. സന്തോഷത്തിന്റെ ആധിക്യത്താൽ അദ്ദേഹത്തിന് പിഴവ് സംഭവിച്ചു പോയി. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഈ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തുടങ്ങുന്നത് ഇങ്ങനെയാണ്, ലല്ലാഹു അശദ്ദു ഫറഹൻ ബിതൗബതി അബ്ദിഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മനുഷ്യൻ
അദ്ദേഹത്തിനുണ്ടായതാകുന്ന ആനന്ദം മരുഭൂമിയിൽ ഒരാൾ പോലും ഇല്ലാത്തതാകുന്ന സന്ദർഭത്തിൽ, ആരോരും സഹായിക്കാനില്ലാത്തതാകുന്ന സ്ഥലത്ത് വെച്ച് തന്റെ സാധന സാമഗ്രികൾ മുഴുവനും കയറ്റി വന്നതാകുന്ന വാഹനം നഷ്ടപ്പെട്ടതാകുന്ന ദുഃഖത്തിൽ, വിരഹത്തിൽ, പ്രയാസത്തിൽ കടന്നുറങ്ങിയതാകുന്ന മനുഷ്യൻ ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ് നോക്കുമ്പോൾ തന്റെ ചാരത്ത് അതേ സാധന സാമഗ്രികൾ കയറ്റിവെച്ചുകൊണ്ടുള്ള വാഹനത്തെ തിരിച്ചു കിട്ടിയതാകുന്ന സന്തോഷം അദ്ദേഹത്തിന് എത്രമാത്രമുണ്ടോ, അതിനേക്കാൾ ഏറെ സന്തോഷമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യൻ അവനിലേക്ക് തൗബ ചെയ്ത് മടങ്ങുമ്പോഴെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മനുഷ്യനേക്കാൾ അള്ളാഹുവിന് സന്തോഷമാണ് മുഅ്മിനായ ഒരു മനുഷ്യൻ അവനിൽ നിന്നുണ്ടാകുന്ന തെറ്റുകൾ മുഖേന അള്ളാഹുവിലേക്ക് തൗബ ചെയ്യലെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന്റെ ആഴം പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഞാൻ എന്തിനാണ് ഇത് പറഞ്ഞത്? നമ്മൾ വിശുദ്ധമായ റമദാനിൻ്റെതാകുന്ന പവിത്രമാക്കപ്പെട്ടതാകുന്ന ഈ രാവിൽ തൗബ ചെയ്യാൻ വേണ്ടി ഒരുമിച്ച് കൂടിയിരിക്കാൻ. അള്ളാഹു നമ്മുടെ തൗബയെ സ്വീകരിക്കുമാറാവട്ടെ. പശ്ചാത്താപ മനസ്സോടുകൂടി തെറ്റുകൾ ധാരാളം ചെയ്തവരാണ് നമ്മൾ. എല്ലാ തെറ്റുകളും നാഥനായ റബ്ബിലേക്ക് ഏറ്റുപറയാൻ വേണ്ടി സജ്ജരായിട്ടാണ് അൻവാർ ശേരിയുടെ തിരുമുറ്റത്ത് ബഹുവന്നിരാകുന്ന ഉസ്താദുമാരുടെ തിരുസവിധത്തിൽ കെ.പി. ഉസ്താദിൻ്റെതാകുന്ന ഇരു കരങ്ങൾ ആകാശത്തിന്റെ അധിപനായ പടച്ചറബിലേക്ക് ഉയർത്തി കണ്ടമിടറിക്കൊണ്ട് ദുആ ചെയ്യുമ്പോൾ അതിൽ ആമീൻ പറഞ്ഞുകൊണ്ട് നിറകണ്ണുകളോടൊപ്പം നിലകൊള്ളാൻ, പാപങ്ങൾ പൊറുപ്പിച്ചെടുക്കാനാണ് ആയിരക്കണക്കിന് വിശ്വാസികൾ അൻവാർ ശേരിയുടെ മുറ്റത്തേക്ക് വന്നു ചേർന്നിട്ടുള്ളത്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ പാപങ്ങൾ അഖിലവും അള്ളാഹു വിട്ടുപുറത്ത് അഫ്വ് ചെയ്യുമാറാവട്ടെ. സഹോദരങ്ങളെ, മോമിനീങ്ങളാകുന്ന ആളുകൾ അവരുടെ പാപം പൊറുപ്പിച്ചെടുക്കാൻ വേണ്ടി പരിശ്രമിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ലൗലം തുദ്നിബു, നിങ്ങൾ പാപം ചെയ്യാതെ ഈ ദുനിയാവിൽ നിങ്ങൾ തെറ്റുകൾ ചെയ്തിട്ട് അള്ളാഹുവിലേക്ക് പാപമോചനത്തിന് തേടാതെ നിലകൊള്ളുന്നു എങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ലജാഅ ബിഖൗമിൻ, മറ്റൊരു സമൂഹത്തെ പടച്ച റബ്ബ് നിങ്ങൾക്ക് പകരം കൊണ്ടുവരും. ആ സമൂഹം എങ്ങനെയാണ്? അവർ തെറ്റ് ചെയ്യും, എന്നിട്ട് ഫയസ്തഗ്ഫിറൂനല്ലാഹ, അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടും. അത് അള്ളാഹ്ക്ക് വലിയ പ്രിയമാണ്, അള്ളാഹ്ക്ക് വലിയ ഇഷ്ടമാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ തെറ്റ് ചെയ്യുന്ന നമ്മൾ, കുല്ലുബിനി ആദമ ഖത്താഉൻ, ആദം സന്തതികളൊക്കെ തെറ്റുകാരാണ്. തെറ്റ് ചെയ്യാത്ത മനുഷ്യരില്ല. ഞാനും നിങ്ങളുമൊക്കെ കണ്ണും കാതും ശരീരത്തിന്റെ അവയവങ്ങൾ കൊണ്ടുമൊക്കെ പലവിധ തെറ്റുകൾ ചെയ്തവരാണ്. ആ തെറ്റുകൾ മുഴുവനും പൊറുപ്പിച്ചെടുക്കാൻ വേണ്ടി ശ്രേഷ്ഠമാക്കപ്പെട്ടതാകുന്ന ദിനരാത്രങ്ങൾ പവിത്രമായ റമദാനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുമ്പോൾ ആ തെറ്റുകൾ മുഴുവനും പടച്ചറബിലേക്ക് ഏറ്റുപറയാനുള്ള ഒരു സന്നദ്ധത, ഖേദത്തോടുകൂടി നിലകൊള്ളുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റുകളിൽ നിന്ന് പാടെ ഒഴിഞ്ഞു നിൽക്കുകയും ഇനി ഒരിക്കലും ആ തെറ്റ് ചെയ്യുകയില്ല എന്ന് ദൃഢനിശ്ചയം ചെയ്തുകൊണ്ട് ജനങ്ങളോടുള്ള ബാധ്യതകൾ മുഴുവനും പരിപൂർണമായി ശ്രദ്ധ ചെലുത്തി തൗബയുടെ നിബന്ധനകൾ മുഴുവനും മേളിച്ചുകൊണ്ട് നിലകൊള്ളുന്ന മനോഹരമായ ഒരു തൗബയുടെ പശ്ചാത്തലം നിനക്കൊരുങ്ങിയാൽ അൽഹംദുലില്ലാ, ഒരു ഉമ്മ പ്രസവിക്കപ്പെട്ട കുട്ടിയെ പോലെ പാപ സുരക്ഷിതത്വം കിട്ടിയിട്ടായിരിക്കും അൻവാർ ശേരിയുടെ മുറ്റത്ത് നിന്ന് ഇവിടെ പറയുന്നത്. അള്ളാഹു അക്കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തട്ടെ, അള്ളാഹു ഉൾപ്പെടുത്തട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ മനസ്സിൽ ഖേദം വരണം. എത്ര തെറ്റുകൾ നമ്മൾ ചെയ്തവരാ, എത്ര തെറ്റുകൾ ചെയ്തു പോയി. പാപം പൊറുക്കാൻ അള്ളാഹ് റെഡിയാണ്. നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുന്നില്ലെന്ന് മാത്രം. എല്ലാവരും തെറ്റുകുറ്റങ്ങൾ ഇങ്ങനെ ചെയ്തു കൂട്ടുന്നു. അള്ളാഹുവിനോട് 2 മിനിറ്റ് കരഞ്ഞ് ദുആ ചെയ്യാൻ ഇന്നത്തെ തലമുറ തയ്യാറല്ല. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇന്നല്ലാഹ അസ്സ വജല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനായ മനുഷ്യന്റെ തൗബയെ സ്വീകരിക്കാൻ റെഡിയാണ്. ഇന്നല്ലാഹ അസ്സ വജല്ല യബ്സുതു യദഹു ബില്ലൈൽ ലിയതൂബ മുസീഉൻ നഹാർ വയബ്സുതു യദഹു ബിന്നഹാർ ലിയതൂബ മുസീഉൽ ലൈൽ. ഈ ലോകത്തെ തെറ്റുകാരായിട്ടുള്ള മുഅ്മിനേ മുഅ്മിനത്തെ നിന്റെ തെറ്റുകൾ പടച്ചറബിലേക്ക് ഏറ്റുപറയാൻ അല്ലാഹു കാത്തിരിക്കുകയാണ്. എത്ര വലിയ തെറ്റുകൾ നീ ചെയ്താലും അല്ലാഹു പുറത്തു നൽകുമേ. പാപ സുരക്ഷിതത്വം നൽകാൻ അല്ലാഹു റെഡിയാണ്. ഇന്നല്ലാഹ യബ്സുതു യദഹു ബില്ലൈൽ ലിയതൂബ മുസീഉൻ നഹാർ ويبسط يده بالنهار ليتوب مسيء الليل.
പാതിരാത്രി സമയത്ത് പടച്ചറപ്പ് ജനങ്ങളുടെ പാപം പൊറുക്കാൻ വേണ്ടി സന്നദ്ധനാണ്, കാത്തിരിക്കുകയാണ്. പകൽ തെറ്റ് ചെയ്ത മനുഷ്യ മാനവാ, പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന റമദാനിന്റെ 27-ാം രാവായാലും ഏത് രാവുകളായിരുന്നാലും അള്ളാഹുവിലേക്ക് നീ പൊറുക്കലിനെ തേടിയോ, അല്ലാഹു സുബ്ഹാനഹു വ തആല പാപ സുരക്ഷിതത്വം നൽകാൻ റെഡിയാണ്. പാപം പുറത്ത് നൽകാൻ റെഡിയാണ്. ഈ ദുനിയാവിൽ നീ കള്ളു കുടിച്ചവനല്ലേ, വ്യഭിചരിച്ചവനല്ലേ, സിനിമ കണ്ടവനല്ലേ, സീരിയല് കണ്ടവനല്ലേ, മോശപ്പെട്ട തലത്തിലേക്ക് കണ്ണും കാതും ശരീരത്തിന്റെ അവയവങ്ങളും കൊണ്ടുപോയവനല്ലേ, ഹറാമായ ചാറ്റിംഗ് നടത്തിക്കൊണ്ട് രാത്രിയുടെ യാമങ്ങളും പകലുകളും തള്ളി നീക്കിയതാകുന്ന സഹോദരിമാരല്ലേ, അന്യരാകുന്ന പരസ്ത്രീകളുമായി ബന്ധം വച്ചവനല്ലേ, എല്ലാ തെറ്റുകളും നാഥനായ റബ്ബിലേക്ക് ഏറ്റു പറയണേ. അല്ലാഹു സുബ്ഹാനഹു വ തആല പകൽ തെറ്റിയതാകുന്ന മനുഷ്യന്റെ പാപം പുറക്കാൻ അല്ലാഹു രാത്രിയിലും സന്നദ്ധനാണ്. ويبسط يده بالنهار ليتوب مسيء الليل. പാതിരാത്രി സമയത്ത് ആരോരും അറിയാതെ തെറ്റുകൾ ചെയ്തു കൂട്ടിയ മനുഷ്യ, നിന്റെ പാപം പൊറുക്കാൻ അല്ലാഹു പകലിലും സന്നദ്ധനാണ്. അഥവാ രാവും പകലും അല്ലാഹു നിന്റെ പാപങ്ങൾ പൊറുക്കാൻ റെഡിയാണ്. നീ പൊറുക്കരണേ, ചോദിക്കണേ എന്ന് നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി. അല്ലാഹുവിലേക്ക് പൊറുക്കലിനെന്ന് തേടണേ. രണ്ടവസ്ഥ എത്തുന്നതിന് മുമ്പ് നിങ്ങൾ തൗബ ചെയ്താൽ അല്ലാഹു നിങ്ങളുടെ തൗബയെ സ്വീകരിക്കുമേ. ഒന്ന് തൊണ്ടക്കുഴിയിലേക്ക് റൂഹ് എത്തുന്നതിന് മുമ്പുള്ള സമയമാണ്. മറ്റൊന്ന് സൂര്യൻ കിഴക്ക് നിന്ന് ഉദിക്കുന്നതിന് പകരം പടിഞ്ഞാറ് നിന്ന് ഉദിക്കുന്നതായ ലോകാവസാനത്തിന്റെ സമയമാണ് എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. രണ്ട് സമയത്തിന് മുമ്പ് നിങ്ങൾ തൗബ ചെയ്യണം, ഇല്ലെങ്കിൽ തൗബ സ്വീകരിക്കൂല ഹബീബ് മുഹമ്മദ് മുസ്തഫ. ഒന്ന് സക്കറാത്തിന്റെ ഹാല്, എപ്പോഴാണെന്ന് പറയാൻ പറ്റൂല. രണ്ടാമത്തത് സൂര്യൻ കിഴക്ക് ഉദിക്കുന്നതിന് പകരം പടിഞ്ഞാറ് ഉദിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിപ്പെടുക. അതിനു മുമ്പ് നിങ്ങൾ തൗബ ചെയ്യണേ. ചെയ്തു പോയിരിക്കുന്ന തെറ്റുകൾ അല്ലാഹുവിനോട് മാപ്പിരക്കണേ. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. എത്ര തെറ്റുകളാ സഹോദരങ്ങൾ നമ്മൾ ചെയ്തിട്ടുള്ളത്, എത്ര തെറ്റുകളാണ്. ചെറുപ്പക്കാരായ ആളുകൾ മുഴുവൻ ടിക്ടോക്കിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ അവന്റെ സമയങ്ങളെ ചെലവഴിക്കാൻ പിക്കപ്പ് ലൈനുകൾ ഇട്ടുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ നിലകൊള്ളുന്നതാകുന്ന ചെറുപ്പക്കാർ ഒരു വിഭാഗം വലിയ തരംഗമായി നിലകൊള്ളുകയാണ്. എവിടേക്കാണ് എത്തിപ്പെടുന്നത്? ആഖിറത്തെ ചിന്തിക്കാൻ അവന് സമയമില്ല, പരലോകത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ സമയമില്ല. നിസ്കാരങ്ങൾ കളഞ്ഞുകുടിച്ചവൻ പരിശുദ്ധമായ റമദാൻ കടന്നു വന്നിട്ട് പോലും പാപം പൊറുപ്പിച്ചെടുക്കാത്ത മുസ്ലിമീങ്ങൾ സഹോദരങ്ങൾ ഇന്നത്തെ സമൂഹത്തിലില്ലേ? അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, യുതല്ലബുദു യൗമൽ ഖിയാമ. ഒരടിമയെ അല്ലാഹുവിന്റെ തിരുഹളറത്തിലേക്ക് കൊണ്ടുവരപ്പെടുകയാണ്. ഈ ദുനിയാവിലെ തെറ്റുകൾ ചെയ്തവനാണ്, തെറ്റുകൾ വ്യാപകമായി ചെയ്തതാകുന്ന അടിമയാണ്. അല്ലാഹു തിരുഹളറത്തിലേക്ക് കൊണ്ടുവന്ന് നിർത്തപ്പെടുകയാണ്. കത്തിച്ചൊക്കുന്ന സൂര്യനെ തലയ്ക്ക് മീതെ കൊണ്ടുവന്ന് കത്തിയാട് നരകത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് ധാരണ ചെയ്തതായ കോടാനുകോടാനുകൾ നിലകൊള്ളുന്നതായ മഹ്ശറിലേക്ക് യുതല്ലബുദു യൗമൽ ഖിയാമ. ഒരടിമയെ കൊണ്ടുവരപ്പെടുകയാണ്. ഫയതഅല്ലഖു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. ആരോരും തിരിഞ്ഞു നോക്കാതെ വരുമ്പോൾ ഒരംബിയാ മുർസലീങ്ങളും ആദം നബി അലൈഹിസ്സലാം ആദരവായ പ്രവാചകർ വരെയുള്ളതാകുന്ന സർവ്വ അംബിയാക്കളും ഒരാളും തിരിഞ്ഞു നോക്കാതെ വരുന്ന അവസ്ഥയിലേക്ക് ആ പാവപ്പെട്ട മനുഷ്യൻ എത്തിപ്പെടുന്നു. കാരുണ്യത്തിന്റെ പ്രവാചകൻ അവന്റെ വിഷയത്തിൽ ഇടപെടാൻ വേണ്ടി തുനിയുകയാണ്. ആദരവായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവന്റെ പാപം പൊറുക്കാൻ വേണ്ടി പടച്ചറപ്പിലേക്ക്, ആകാശത്തിന്റെ ദിവനായ പടച്ചറപ്പിലേക്ക് ഇരുകരങ്ങളും ഉയർത്താൻ വേണ്ടി തുനിയുമ്പോൾ ഉടനെ ജിബ്രീൽ അലൈഹിസ്സലാം ഇടപെടുകയാണ്. ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് പറയുകയാണ്, യാ മുഹമ്മദു യാ റസൂലല്ലാഹ്. നബിയേ, നബിയേ, ആരുടെ വിഷയത്തിലാണ് ഇടപെടുന്നത് എന്ന് ചിന്തിക്കണേ റസൂലേ. ഇന്ന ഖസ്മഹു റമളാൻ. ആരാണ് ഇവന്റെ പ്രതിയായിട്ട് നിലകൊള്ളാരെന്നറിയുമോ? ഇവന്റെ എതിരായിട്ട് ഇവനെ നിലകൊള്ളാരെന്നറിയുമോ? ഇന്ന ഖസ്മഹു ശഹ്റു റമളാൻ. ഇവനെതിരായി സാക്ഷി പറയുന്നത്
പരിശുദ്ധമായ റമദാനാണ്. റമദാൻ എന്ന് പറയുന്ന പുണ്യങ്ങൾ കാലമായി റമദാൻ വന്നിട്ട് പാപം പൊറുപ്പിച്ചെടുക്കാത്തവനാണ്. ആ റമദാനിന്റെ ആദ്യത്തെ രാവിലെ തന്നെ ആകാശത്തിന്റെ അധിപനായ പടച്ചറപ്പ് ആകാശത്തിലോകത്തേക്ക് മുഅ്മിനീങ്ങളാകുന്ന സജ്ജനങ്ങളുടെ പാപം പൊറുക്കാൻ റെഡിയായിക്കൊണ്ട് നിലകൊള്ളുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിന്റെ കവാടങ്ങൾ തുറന്നിടാൻ മലക്കുകളോട് ശാസന നൽകുകയാണ്, മലക്കുകളോട് കൽപ്പിക്കുകയാണ്. നരകത്തിന്റെ വാതിലുകൾ കൊടക്കാൻ വേണ്ടി പറയുകയാണ്. ഏറ്റവും മോശപ്പെട്ടതാകുന്ന പിശാചുക്കളെ ചങ്ങലക്കിടുകയാണ്. ഈ രീതിയിൽ പരിശുദ്ധമായ റമദാനിൽ നന്മ ചെയ്യാനുള്ള കളങ്ങൾ ഒരുക്കിയിട്ട് നന്മ ചെയ്യാതെ നമസ്കാരങ്ങൾ ചിട്ടവെക്കാതെ പരിശുദ്ധമായ റമദാനിൽ പോലും കള്ളു വ്യഭിചരിച്ച് സിനിമ കണ്ട് സീരിയൽ ഹറാമിന്റെ ലോകത്തേക്ക് വിഹരിച്ചവരല്ല, മോശപ്പെട്ട ബ്ലൂ ഫിലിമുകൾ കണ്ടു രാത്രിയുടെ യാമങ്ങളെ തള്ളി നീക്കിയവന്, അന്യപെണ്ണുമായി ചങ്ങാത്തം അവളുമായി മോശപ്പെട്ട രീതിയിലുള്ളതാകുന്ന ഓരോ ചാറ്റിംഗ് നടത്തിക്കൊണ്ട് നിലകൊള്ളാനും നിന്റെ സമയങ്ങളെ ചെലവഴിച്ചവനെ ദുഃഖിക്കണേ. അവനെതിരെ വന്നുകൊണ്ട് പറയുകയാണ്, മുത്തുനബി അവൻ അനുകൂലമായി ദുആ ചെയ്യാൻ തുനിയുമ്പോ, അവന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുനിയുമ്പോ, ആകാശത്തിന്റെ അധിപനായ പടച്ചറപ്പിനോട് ദുആ ചെയ്യാൻ തുനിയുമ്പോ ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് പറയുകയാണ്, ചെയ്യരുത്. ഇന്ന ഖസ്മഹു റമദാൻ. ഇവനെതിരായി സാക്ഷി നിൽക്കുന്നത് റമദാനാണ്, ഇവന്റെ എതിര് നിൽക്കുന്നത് റമദാനാണ്. അതുകൊണ്ട് കൈകൾ ഉയർത്തുന്നതിന് മുമ്പ് ആദരവായ പ്രവാചകനോട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൈകൾ താഴ്ത്തുകയാണ്. കാരുണ്യത്തിന്റെ പ്രവാചകൻ രണ്ട് കരങ്ങളും താഴ്ത്തുകയാണ്. എന്നിട്ട് മുത്തുനബി പറയുമത്രേ, അനബീഉൻ മിമ്മൻ ഖസമഹു ശഹ്റു റമദാൻ. പവിത്രമായ റമദാൻ കടന്നു വന്നിട്ട് പാപം പൊറുപ്പിച്ചെടുക്കാത്തവൻ, റമദാനിൽ തെറ്റുകൾ വ്യാപൃതനായി നിലനിൽക്കുന്നുണ്ടോ? കാരുണ്യത്തിന് 10 നൽകിയ, കാരുണ്യം വാങ്ങിച്ചെടുക്കാത്ത, മഗ്ഫിറത്തിന് 10 നൽകിയ, പാപമോചനം നേടിയെടുക്കാത്തവൻ, നരകീയ മോചനത്തിന് 10 നൽകിയ, നരകീയ മോചനം നേടിയെടുക്കാത്തവൻ, സ്വർഗപ്രവേശനത്തിന്റെ വാതാരങ്ങളും അല്ലാഹു മലർക്കെ തുറന്നു നിന്നിട്ട് ആ 8 കവാടങ്ങളിൽ ഏതെങ്കിലും സ്വർഗത്തിലേക്ക് കടക്കാൻ തയ്യാറാവാതെ ഈ ദുനിയാവിൽ മോശപ്പെട്ട പ്രവണതകൾ നടത്തിക്കൊണ്ട് നിലകൊണ്ടവരെ, അനബരീഉൻ മിമ്മൻ ഖസ്മഹു ശഹ്റു റമദാൻ. റമദാൻ എതിര് നിൽക്കുന്ന ഇവനെ തൊട്ട് ഞാൻ ഒഴിവാണ്, അവന് വേണ്ടി ദുആ ചെയ്യാൻ ഞാനില്ല എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. നീ ഏത് തെറ്റ് ചെയ്തവനായിരുന്നാലും അല്ലാഹുവിന്റെ റസൂൽ നിനക്ക് കൈവന്നു, അല്ലാഹുവിന്റെ റസൂൽ നിന്നെ ശഫാഅത്ത് ചെയ്യും. പടച്ചറപ്പിന്റെ ഹദറത്തിന് കടന്നുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യും. പക്ഷേ റമദാനെ പരിഗണിക്കാത്തവനാണോ? റമദാനിൽ നന്മ ചെയ്യാത്തവനാണോ? ആ റമദാനിൽ തിന്മയിൽ അധിഷ്ഠിതമായ ജീവിതം നയിച്ചവനാണോ? നിന്നെ രക്ഷിക്കാൻ ഹബീബായ നബിതങ്ങൾ പോലും കടന്നു വരൂല. ആരാണ് ഈ ഹബീബ്? അറബ് നാട്ടിലെ മാമലകൾ മുഴുവനും കനകക്കൊട്ടാരമായി തിരുസവിധത്തിലേക്ക് തരട്ടെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം എന്നുകൊണ്ട് ചോദിക്കുമ്പോ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പരിത്യാഗത്തിന്റെ ആത്മീയ വലയത്തിലേക്ക് ഉൾവലിഞ്ഞ് ലോകത്തിന് മുഴുവനും മാതൃക കാട്ടിയ ഹബീബ് മുഹമ്മദ് മുസ്തഫ, കാരുണ്യത്തിന്റെ കരസ്പർശം കൊണ്ട് മാലോകരുടെ മനതലങ്ങളെ മദീനയിലേക്ക് മാടി വിളിച്ച ഹബീബ് മുഹമ്മദ് മുസ്തഫ, ആ പ്രവാചകർ നിന്റെ വിഷയത്തിൽ ഇടപെടില്ലത്രേ. നീ റമദാനിൽ തെറ്റ് ചെയ്തവനാണ് എങ്കിൽ ആ റമദാനിൽ പോലും റമദാനിനെ പരിഗണിക്കാതെ മോശമാകുന്ന ജീവിതമാണ് നയിച്ചതെങ്കിൽ പെങ്ങളെ നീ നാഷ്ടത്തിലാണ്, പ്രയാസത്തിലാണ്. ഒരാളും രക്ഷിക്കാൻ ഉണ്ടാവൂല. ആരുവരെ എതിരാകും? ഹബീബ് മുഹമ്മദ് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെ എതിരാൻ. റമദാൻ വന്നിട്ട് തെറ്റ് ചെയ്തവൻ. സാധാരണ റമദാൻ വരുമ്പോൾ എല്ലാവരും ടി വി ഒക്കെ ഒന്ന് മൂടി വെക്കും അല്ലേ? അങ്ങനെയാണ്. പെണ്ണുങ്ങൾ തലയിൽ കിടക്കുന്ന തുണിയെടുത്ത് ടി വി മൂടിയിട്ടിട്ട് മൊബൈലിനകത്ത് ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അതിനേക്കാൾ വലിയ അപകടമാണ്. ഒരു സാലിഹായ ഒരു മനുഷ്യനെ പിഴപ്പിക്കണമോ, അവന്റെ ഈമാൻ തെറ്റിക്കണമെന്ന് പിശാച് ക്ഷണിച്ചാൽ ആദ്യം ചെയ്യുക ഇന്ന് മൊബൈൽ കൊടുക്കലാണ്. എന്നിട്ടിങ്ങനെ പീഡനത്തിന്റെ കഥയും കണ്ടുകൊണ്ടിരിക്കും. നല്ല ഖുർആനോദ് നിസ്കരിക്കുക, ഖുർആനോദ് ഇബാദത്ത് എന്നൊക്കെ നല്ല സാലിഹായ മനുഷ്യനാണ്, നല്ല ഉമ്മയാണ്. ടച്ചിന്റെ ഫോണും കൊടുക്കും, മക്കൾ ആരെങ്കിലും കൊണ്ടുവന്ന് കൊടുക്കാൻ. പിന്നെ ഇങ്ങനെ ടച്ച് ചെയ്തുകൊണ്ടിരിക്കുക.
അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. പിന്നെ തിരക്കാക്കാൻ കാര്യം നല്ലതാ കാണുന്നത് ഫേസ്ബുക്കിലൂടെ, അതുപോലെ തന്നെ മറ്റുള്ളതാകുന്ന നല്ല നല്ല കാര്യങ്ങൾ, ന്യൂസുകൾ മാത്രമാണ് കേൾക്കുന്നത്. യു പിയിലെ പീഡനം പണ്ട് പോലെ ഒരു വലിയ താല്പര്യമാണ്. അപ്പം ക്രൈം കാര്യങ്ങളാണല്ലോ എല്ലാവർക്കും താല്പര്യം. അതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. വാർത്തയല്ലേ ഉസ്താദേ എന്നാണ് പറയുന്നത്. ഈ വാർത്തയിലൂടെ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇങ്ങനെ പോയി തെറ്റിലേക്ക് പോവാൻ മാറ്റി വരുമ്പോൾ ചില ഫോട്ടോസ് കാണും, പിന്നെ ചിന്ത അങ്ങോട്ട് പോകും. പിന്നെ ഖുർആനും ദിക്റും വിട്ടിട്ട് ഒരു പരിപാടിയില്ലായിരുന്നു. അങ്ങനത്തെ ആളാണ് ഇപ്പൊ ഇക്കൊണ്ടിരിക്കുക. നിങ്ങൾ നോക്കിക്കോ. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. ഇല്ലെങ്കിൽ വലിയ കുറച്ചും കൂടി അങ്ങോട്ട് കഴിയുമ്പോൾ പിന്നെ ഗ്രേഡ് ഒന്നും കൂടി മാറ്റി പിടിക്കും. പിശാദിന്റെ പരിപാടി അങ്ങനെ. പിശാദ് അങ്ങനെയാണ്, എല്ലാ മനുഷ്യനെ അങ്ങനെ തന്നെ പിടിക്കും. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. അള്ളാഹു കാത്ത് സംരക്ഷിക്കട്ടെ. മുആവിയ റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവർ ഒരിക്കൽ സുബഹിയുടെ സമയത്ത് ഉറങ്ങിപ്പോയി. സുബഹിയുടെ സമയം, നേരം പുലരാൻ അടുക്കാൻ ഖളാ ആകും. ഉടനെ ഒരാൾ വന്നിട്ട് വിളിക്കാൻ സ്കരിക്കാൻ പറഞ്ഞു. പെട്ടെന്ന് ചാടി എഴുതി നോക്കുമ്പോൾ ഉറങ്ങിപ്പോയി. രാത്രിയിൽ ക്ഷീണിതനായി ഉറങ്ങിപ്പോയതാണ് ബഹുമാനപ്പെട്ടവർ. വേഗം തന്നെ അദ്ദേഹം വുളൂ ചെയ്ത് നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യനോട് ചോദിച്ചു, നിങ്ങളെന്തിനാണ് എന്നെ വിളിച്ചുണർത്തിയത്? ആരാണ്? ഞാൻ ഇബ്ലീസാണ്. പിന്നെന്തിനാ എന്നെ വിളിച്ചുണർത്തിയത്? നീ എന്നെ കുറിച്ച് ഇങ്ങനെയൊന്നും അല്ലല്ലോ കേട്ടത്, നിസ്കരിക്കാൻ വേണ്ടി വിളിച്ചുണർത്തി. ഭയങ്കര സംഭവമാണല്ലോ. മുമ്പൊരിക്കൽ നിനക്ക് ഒരു ജമാഅത്ത് നഷ്ടപ്പെട്ടു പോയപ്പോൾ നീ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അല്ലാഹുവിലേക്ക് ഭയങ്കരമായി തൗബ ചെയ്തിരുന്നു, ഖേദിച്ചു മടങ്ങി. അതെനിക്ക് ഭയങ്കര മുറിവുണ്ടാക്കി. അതുകൊണ്ട് അതിനേക്കാളും നല്ലത് നിസ്കാരം പോകാതിരിക്കാനാണ്. എന്റെ മുന്നോം പോയി നിസ്കരിച്ചോ, അതിനുവേണ്ടി ഞാൻ നിന്നെ വിളിച്ചുണർത്തിയത് എന്ന് ഇബ്ലീസ് പറഞ്ഞതായി ചരിത്രം. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. മനസ്സിലാക്കേണ്ട വിഷയം അതാണ്. ചിലപ്പോൾ നമ്മളും അങ്ങനെ എഴുന്നേറ്റ് പോകാറുണ്ട് അല്ലേ? മനസ്സിലായിക്കോ, കരയുന്ന വ്യക്തിയെ വലിയ വിഷമമാണ്. ആർക്ക്? അള്ളാഹു ഓർത്ത് കരയുന്നത് ഇബ്ലീസിന് അത്രമേൽ വലിയ വിഷമമാണ്, വലിയ പ്രയാസമാണ്. അതുകൊണ്ടാണ് നമുക്ക് കരയാൻ സാധിക്കാത്തത്. നമ്മൾ അവന്റെ കൂട്ടാളികളായി മാറി. ഒരു 5 മിനിറ്റ് പോലും നമ്മൾ കരയൂലല്ലോ. റമദാൻ വിട പറയാൻ പോവാൻ ആരാണ് കരയുന്നത്? റമദാനിന്റെ അവസാന ദിവസമാകും ആകാശഭൂമികൾ തേങ്ങുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇദാ കാന ആഖിറു ലൈലത്തിൻ മിൻ റമളാൻ ബക്കത്തി സമാവാതു വൽ അർളു. ആകാശസീമകൾ മുഴുവനും കരയുകയാണ്, ഭൂമി മുഴുവനും കരയുകയാണ്. ഈ ലോകത്ത് നിന്ന് റമദാനിന്റെ അവസാനത്തെ രാത്രിയിലേക്ക് എത്തിപ്പെടുമ്പോ എല്ലാവരും കരച്ചിലാണ്. എന്തിനാണ് കരയുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്വഹാബത്ത് ചോദിക്കുകയാണ്. എന്തിനാണ് നബിയേ, എന്തിനാണ് ആകാശവും ഭൂമിയും റമദാൻ വിട പറയുന്നതിന് കരയുന്നത്? ഉടനെ റസൂലുള്ളാഹി പറയുകയാണ്, മുസീബത്തൽ ഉമ്മത്തി, എന്റെ ഉമ്മത്തിന് സംഭവിച്ചു പോയതാകുന്ന മുസീബത്താണ് അതിന്റെ കാരണം, വിപത്താണെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. പുണ്യങ്ങളുടെ പൂക്കാലമായ റമദാൻ, ആ റമദാൻ ഇബാദത്ത് ദണ്ഡ്യമാക്കാതെ, ഇബാദത്ത് കൊണ്ട് പരിശുദ്ധമാക്കാതെ മോശപ്പെട്ട തലത്തിലേക്ക് കൊണ്ടുപോയിട്ടുള്ളതാകുന്ന ആളുകൾ, അവർക്ക് മുസീബത്താണ്. ആരാ ഖുർആൻ ഓതിയവർ ഈ റമദാനിൽ? ഖുർആൻ ഖത്മ തീർക്കാത്ത ആളുകൾ ഇപ്പോഴും ഇല്ലേ? റമദാനിന്റെ 27-ാം രാവിൽ മാത്രം പള്ളിയിലെ ഇഅ്തികാഫിന് വേണ്ടി 10 മിനിറ്റ് വരുമ്പോ ഖതീബ് ഉസ്താദ് ഒന്ന് ഖുർആൻ എടുക്കാൻ പറഞ്ഞാൽ മാത്രം ഖുർആൻ ഒന്ന് കൈകൊണ്ടെടുത്ത് വേഗം തിരിച്ചു വെക്കുന്ന മക്കളായി നമ്മുടെ മക്കളിൽ ഭൂരിഭാഗവും മാറിയില്ലേ? ഒരു ജുസ് പോലും ഈ റമദാനിൽ ഇത്രയുമായിട്ട് 26 നോമ്പത്തി പൂർത്തീകരിക്കുകയാണ്. ഒരു ജുസ് പോലും ഓതാത്ത, 10 പേജ് പോലും ഓതാത്ത ആളുകൾ നമുക്കിടയിലില്ലേ? ഖുർആൻ തൊടാത്തവരില്ലേ? ഒരു യാസീൻ പോലും ഓതാത്തവരില്ലേ? എന്തിനാണ് നോമ്പ്? നിനക്കെന്ത് മാറ്റമുണ്ടായി? ഈ പരിശുദ്ധമായ റമദാനിൽ അതിൽ ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ടതാകുന്ന 27-ാം രാവിലെ നിലകൊള്ളുന്ന പ്രിയപ്പെട്ട മുസ്ലിമേ, ഖുർആൻ ഇറക്കപ്പെട്ടത് ലൈലത്തുൽ ഖദ്റിലാണ്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദ്ർ ആയാതു ഹഖ്ഖിൻ മിനാ റഹ്മാനി മുഹദസത്തുൻ ഖദീമത്തുൻ സിഫത്തുൽ മൗസൂഫി ബിൽ ഖിദമി ലം തഖതരിം ബിസമാനിൻ വഹിയ തുഖ്ബിറുനാ അനിൽ മആദി വഅൻ ആദിം വഅൻ ഇറബി.
പരിശുദ്ധമായ ഖുർആൻ നമ്മുടെ കാറ്റലോഗാണ്, വഴികാട്ടിയാണ്. ജീവിതത്തിൽ നിനക്ക് നന്മയുടെ വഴിത്താരയിലേക്കുള്ളതാകുന്ന തിരിച്ചറിവ് നൽകിയത് ആ ഖുർആനാണ്. ഇന്നും നമ്മൾ ചെയ്യുന്ന ഏതെങ്കിലും ഒരു നന്മകളുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാം കാരണം പരിശുദ്ധമായ ഖുർആൻ നമുക്ക് നൽകിയ ഉപദേശമാണ്, നിർദ്ദേശമാണ്. ഏതെങ്കിലും തിന്മകളിൽ നിന്ന് നമ്മൾ ഒഴിഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിൽ അതും ഖുർആനുമായി ബന്ധപ്പെട്ട ചിന്തനീയമായ ഉപദേശമാണ്, ഖുർആനിന്റെ ശാസനയാണ്, അത് അല്ലാഹുവിന്റെ കലാമാണ്, പവിത്രമാണ്. സാരമല്ല ഖുർആൻ. ഇന്ന് എന്നെ ഒരാൾ വയനാട്ടിൽ നിന്ന് എൻ്റെ പ്രിയ സുഹൃത്ത് ഉമർ ഉസ്താദ് എന്ന സഹോദരൻ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ ഒരു സംഭവം ഉണ്ടായി, ഉസ്താദ് അത് പ്രസംഗത്തിൽ തന്നെ സൂചിപ്പിക്കണം. എന്താണത്? ആക്രി കച്ചവടം നടത്തുന്നതാകുന്ന ഒരു വ്യക്തി, അദ്ദേഹം വീട്ടിൽ പോയി സാധനങ്ങൾ, പഴയ സാധനങ്ങൾ ഇങ്ങനെ പറക്കുമ്പോൾ അദ്ദേഹത്തിന് കിട്ടിയതാകുന്ന ഒരു സാധനം എല്ലാം എടുത്ത് ചാക്കിൽ കെട്ടിവെച്ചിരിക്കുക, കൊണ്ടുപോയിക്കളാൻ പറഞ്ഞു. അദ്ദേഹം തിരഞ്ഞൊന്നുമില്ല, നേരെ കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്ന് സാധനം കച്ചവടം ചെയ്യാൻ വേണ്ടി എല്ലാം തരം തിരിച്ചു വെക്കുമല്ലോ, ഓരോന്നിങ്ങനെ മാറ്റി മാറ്റി ഇട്ടാണ്. പ്ലാസ്റ്റിക് വേറെ, നോക്കുമ്പോൾ ഉണ്ട് അതിനകത്ത് ഖുർആൻ 4-5 മുസാഹഫ് ഇരിക്കുക. ആക്രിക്ക് കൊടുക്കുക, വീട്ടിൽ നിന്ന് എങ്ങനെ ഒഴിവാക്കിയാൽ മതി. വലിയ അല്ലാഹു നമ്മളെ കാക്കണം. അദ്ദേഹം പറയുന്നു, ഇങ്ങനെ പല കൂട്ടുകാരുമായി ആക്രി കച്ചവടക്കാരൻ അദ്ദേഹം പലരുമായിട്ട് ഇങ്ങനെ ചർച്ച ചെയ്തു ഈ വിഷയം ഒന്ന് പറഞ്ഞപ്പോൾ നോക്കിയപ്പോൾ എന്താ, മിക്ക ആളുകൾക്ക് ഈ സംഭവം റമദാനിൽ കിട്ടിയിട്ടുണ്ട്. എന്താ ചെയ്യേണ്ടത് ഇന്നത്തെ തലമുറ അറിയുന്നില്ല. അല്ലാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. ഫതുഹുൽ മുഈനിൽ ഒരു ബാബുണ്ട്, റിദ്ദത്തിന്റെ വിഷയം പറയുന്ന ഭാഗമുണ്ട്. ഇസ്ലാം മതത്തിൽ നിന്ന് പുറത്തു പോകുന്ന വിഷയം പറയുന്നതാകുന്ന ഭാഗത്തിൽ കാണാം, ഇൽഖാഉ ശൈഇൻ മിനൽ ഖുർആൻ, ഖുർആനിൻ്റെതാകുന്ന ഒരു ഭാഗം ഏതെങ്കിലും മുസ്തഖ്ബിറായ ഭാഗത്തേക്ക്, മ്ലേച്ഛമാകുന്ന സ്ഥലത്തേക്ക് നീ കൊണ്ടുപോയിട്ടാൽ നീ ഇസ്ലാം മതത്തിൽ നിന്ന് പുറത്തു പോകുമേ. അല്ലാഹുവേ ഞങ്ങളെ നീ കാക്കണേ അല്ലാ. ഒരൽപ്പം മാലിന്യം പറ്റുന്ന ഒരു സ്ഥലത്തേക്ക്, ആക്രിക്കെന്നല്ല എന്തായിരുന്നാലും അതിലേക്ക് കൊണ്ടുപോയി വെച്ചാൽ മനഃപൂർവ്വമാണ് നീ ആ ചെയ്തത് എങ്കിൽ നീ എന്തായി തീരും? ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ, അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. പിന്നെ എന്താ ചെയ്യേണ്ടത് ഉസ്താദെ, അതുകൂടി പറഞ്ഞു തരണോ? ഒരു മുസഹഫ് പഴകി, ഒരിക്കലും ഉപയോഗിക്കാൻ പറ്റാത്ത നിലയ്ക്ക് പഴകി, ചെറിയ ബൈൻഡ് വിടുമ്പോൾ തന്നെ അവിടെ മാറ്റി വെക്കല്ല. പിന്നെന്താണ്, ചെറുതായിട്ട് അതിന്റെ ബൈൻഡൊക്കെ ഒന്ന് ഇളകിയെങ്കിൽ അത് നല്ലതുപോലെ ബൈൻഡ് ചെയ്യുക, നല്ല റാഹത്തായിട്ട് ചെയ്യുക. നിങ്ങളെ കുട്ടികളുടേതാകുന്ന പാഠപുസ്തകങ്ങൾ നിങ്ങൾ സൂക്ഷിക്കുന്നത് എങ്ങനെയാണ്? കുട്ടി സ്കൂളിലേക്ക് പോകാൻ തുടങ്ങിയില്ല, അതിനു മുമ്പ് തന്നെ നല്ല റാഹത്തായി പേപ്പർ വാങ്ങിച്ചിട്ട് പൊതിയാണ്. നിങ്ങളുടെയൊക്കെ വീട്ടിലെ മുസാഫിന്റെ കോലോ ഞാൻ പറയണ്ട, അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഒന്ന് പോയി നോക്കി എന്താണ് അതിന്റെ അവസ്ഥ. എന്താണ് മുസാഫ് ആരെങ്കിലും ബൈൻഡ് ചെയ്യലുണ്ട്? ആരെങ്കിലും പൊതിഞ്ഞിട്ടുണ്ട്? അതിന് നല്ലൊരു ബൈൻഡുണ്ട് ഉസ്താദെ, അതൊക്കെ കുത്തുവിട്ടിട്ട് എത്ര നാളായി, എത്ര താളതിനകത്ത് ഇളകി കിടക്കുന്നുണ്ട്. മുസഹഫിനോടുള്ളതാകുന്ന ബഹുമാനക്കുറവിൽപ്പെട്ടതാണ് അതിന്റെ താള് തന്നെ വെച്ചിട്ട് അടയാളം വെക്കുക. ചിലരിങ്ങനെ മടക്കി അടയാളം വെക്കലുണ്ട്, അത് തന്നെ അതിന്റെ ഏറ്റവും വലിയ അദബുകേടാണ്. അങ്ങനെ ചെയ്തിട്ട് അതിന്റെ ഒരു അക്ഷരം മാഞ്ഞു പോകാൻ കാരണമായി കഴിഞ്ഞാൽ ശിക്ഷയാണ്. അള്ളാഹു തന്നെ കാക്കുമാറാവട്ടെ. ചിലര് മുസാഫ് കൊണ്ട് തന്നെ അടയാളം വെക്കും, പാടില്ല. വളരെ ശ്രദ്ധിക്കണം, എത്ര കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. ശരിക്ക് പഠിക്കണേ, റമദാനിൽ ശ്രദ്ധിക്കേണ്ട വിഷയമാണിത്, നല്ലതുപോലെ ഗൗനിക്കേണ്ട വിഷയമാണ്. പഴയ മുസ്ഹഫുകൾ ഒരിക്കലും ഉപയോഗിക്കാൻ ഇനി പറ്റൂല. ആ രീതിയിൽ തന്നെ അത് ഉപയോഗശൂന്യമായാൽ അത് നല്ലൊരു ശുദ്ധമായ പാത്രത്തിലിട്ടിട്ട് അത് കരിക്കാം, അനുവദനീയമാണ്. അതുപോലെ ഉപയോഗശൂന്യമായി കേട്ടോ. ഞാൻ പറഞ്ഞ പേജ് വല്ലാതെ പോയി, അല്ലാതെ ജസ്റ്റ് ഒന്നും അവിടെ ഇവിടെ മടങ്ങിയിരുന്നതിന്റെ പേരിൽ ഉടനെ കൊണ്ടുപോയി കരിക്കാനല്ല പറഞ്ഞത്. ഉപയോഗശൂന്യമാണെന്ന് നിനക്ക് ഉറപ്പാണ്. ഒരിക്കലും ഇനി അത് നന്നാക്കിയെടുക്കാൻ പറ്റൂല. നന്നാക്കിയെടുക്കാൻ പറ്റുന്ന ഒരുപാട് വകുപ്പുകളുണ്ട്, അതൊക്കെ നോക്കിയിട്ടും പറ്റാത്ത നിലയ്ക്ക് പോയിട്ടുണ്ട് എങ്കിൽ കരിക്കൽ അനുവദനീയം. കരിച്ചിട്ട് എന്താ ചെയ്യേണ്ടത്? മുസാഫിനെ കരിച്ച കുറ്റം നിനക്ക് കിട്ടുകയല്ല, ഇത് ഏറ്റവും മോശമായ രീതിയിലേക്ക് ആയിപ്പോയി, ഇനി ഒരിക്കലും ഉപയോഗിക്കാൻ പറ്റൂല. ആ രീതിയിൽ മുഷിഞ്ഞു പഴകിപ്പോയി, മനസ്സിലായില്ല? ആ രീതിക്ക് എത്തിയെങ്കിൽ നല്ലൊരു ശുദ്ധമായൊരു പ്ലേറ്റിൽ വെച്ചിട്ട് അത് കരിക്കും. മുസഫൈൻ്റെ ഒരു അല്പം പോലും അങ്ങോട്ടും ഇങ്ങോട്ടും പറന്നു പോകാതെ കറക്റ്റായിട്ട് അത് കരിച്ച് വൃത്തിയാക്കിയതിന് ശേഷം ശുദ്ധിയുള്ള സ്ഥലത്ത് കുഴിച്ചിടുക, ഒന്നില്ലെങ്കിൽ അല്ലെങ്കിൽ നല്ല ശുദ്ധിയുള്ള വെള്ളത്തിൽ കലർത്തിയിട്ട് അത് ശുദ്ധിയുള്ള ഒരു സ്ഥലത്തേക്ക് കുഴിച്ചുവിടുക. അതാണ് ഇസ്ലാമിക നിയമമാണ് പറഞ്ഞത്. അത് ഏറ്റവും പഴകി കഴിയുമ്പോഴാണ്.
ഇത് കുത്തുവിട്ടാൽ ഉടനെ തന്നെ കളയുന്ന അവസ്ഥ. അത് ഏതെങ്കിലും ആക്രിക്ക് കൊടുക്കുക. നഊദു ബില്ലാഹ്, അല്ലാഹു നമ്മളെ കാക്കട്ടെ. വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് ഇപ്പൊ ഈ പറഞ്ഞത്. റമളാനിൽ ഖുർആൻ ഓതുന്നില്ലെന്ന് മാത്രമല്ല, എല്ലാം ഒഴിവാക്കാൻ, വീട് വൃത്തിയാക്കാൻ പറഞ്ഞപ്പോഴത്തേക്കും ഇതൊക്കെ ഖുർആനൊക്കെ എടുത്തിട്ട് വെളിയിലോട്ട് ആക്രിക്കാർക്ക് കൊണ്ടേക്കോ. ബിസ്മില്ല, ഇവിടെ വേണ്ട, ഓതണ്ട. അല്ലാഹു നമ്മളെ കാക്കട്ടെ. എവിടെയാണ് നമ്മുടെ സമൂഹം എത്തിപ്പെടുന്നത്? ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. നീ മനഃപൂർവ്വമാണ് അങ്ങനെ ചെയ്തത് എങ്കിൽ ഇസ്ലാമിൽ നിന്ന് ഉറപ്പാണ് പുറത്തു പോകും. ഖുർആന്റെ വാക്യങ്ങൾ ഭിത്തിയിൽ എഴുതരുത്, മനസ്സിലാക്കണം. ചിലരിങ്ങനെ എഴുതി വെക്കും, പള്ളിയിലാണെങ്കിൽ പോലും എഴുതരുത്. ഖുർആന്റെ വാക്യങ്ങൾ എഴുതാൻ പാടില്ല. എഴുതി കഴിഞ്ഞാൽ അതിന്റെ മുകളിൽ ഒരു കാഷ്ടം, ഒരു പല്ലിക്കാട്ടം വീണാൽ അത് എഴുതിയവനും ചെയ്തവനും ഒക്കെ കുറ്റക്കാരായി, കമ്മിറ്റിക്കാരൊക്കെ കോടതി കയറണം. അള്ളാഹു നമ്മളെ കാക്കട്ടെ. നല്ല റാഹത്തായിട്ട് ചെയ്തു വെച്ചിരുന്നാണ്, ഇടങ്ങേറാകും. ഇത് ചെയ്യുകയാണെങ്കിൽ അത് വൃത്തിയാക്കാനും തുനിയണം. സാര കാര്യമല്ല, ഖുർആനാണ്, അതിന് ബഹുമാനം കൊടുക്കണം. ഖുർആന്റെ നേരെ കാല് നീട്ടി ഇരിക്കാൻ പാടില്ല, അതബ് കേടാണ്. മനഃപൂർവ്വമാണ് നീ ചെയ്യുന്നതെങ്കിൽ അത് ഹറാമാണ്, നിഷിദ്ധമാണ്. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. ആരാണിതൊക്കെ ശ്രദ്ധിക്കുന്നത്? ആരാണിത് ശ്രദ്ധിക്കുന്നത്? അള്ളാഹു ഞങ്ങളെ നീ കാത്ത് സംരക്ഷിക്കണേ അല്ലാ. ചില ആളുകളുണ്ട്, ആയത്തുൽ കുർസി ഒന്നായിട്ട് ഓടുന്ന വണ്ടിയുടേതാകുന്ന ബാക്കിൽ സ്റ്റിക്കർ വാങ്ങി ചൊട്ടിച്ചു വെക്കും, ഇല്ലെങ്കിൽ എഴുതി വെക്കും. വലിയ തെറ്റാണത്. കാരണം ചെറിയ പൊടിപടലം, വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ റോഡിൽ നിന്നും അവിടുന്ന് ഇവിടുന്നൊക്കെ അടിച്ചു വീശുന്ന പൊടിപടലം അതിലേക്ക് പറ്റിയാൽ തന്നെ ഖുർആനിനോടുള്ള അദബുകേടാണ് നീ കാണിക്കുന്നത്. വളരെ ശ്രദ്ധിക്കണം. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. അല്ലാഹുവേ, ഖുർആനിനെ ബഹുമാനിക്കുന്ന ആദരിക്കുന്ന മുഅ്മിനീങ്ങളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ബഹുമാനപ്പെട്ടതാകുന്ന ബിശ്റുൽ ഹാഫി എന്ന മനുഷ്യൻ റോഡിലൂടെ നടന്നു പോകുമ്പോൾ ഖുർആൻ എഴുതിയതാകുന്ന ഒരു ചെറിയ അക്ഷരത്തിന്റെ കഷ്ണം ഒരു ചെറിയ അഴുക്കിൽ കിടക്കുന്നത് കാണുന്നു. അദ്ദേഹം എടുത്തു, അതിനെ കഴുകി ശുദ്ധീകരിച്ചു, നല്ല ശുദ്ധിയുള്ള സ്ഥലത്ത് അതിനെ ബാക്കിയാക്കി. ചരിത്രം കാണാം, അദ്ദേഹം പിൽക്കാലത്ത് ആ നാട് കണ്ട ഏറ്റവും വലിയ വലിയായി തീർന്നു. ബിശ്റുൽ ഹാഫി റളിയല്ലാഹു അൻഹു. മാഷാ അല്ലാഹ്. ഖുർആനിന്റെ ഒരു അക്ഷരമേ, കേവലം ഒരു ബിസ്മിയുടെ ഒരു അംശം, കുറച്ച് ഭാഗം നിലത്ത് കിടക്കുന്നത് കണ്ടപ്പോൾ അതെടുത്തിട്ട് അതിലെ അഴുക്ക് നല്ലതുപോലെ കഴുകി തുടച്ച് വൃത്തിയാക്കി സൂക്ഷിച്ചു വെച്ചതിന്റെ പേരിൽ അള്ളാഹു അദ്ദേഹത്തെ ആദരിക്കുക, വലിയാക്കി മാറ്റി. നമ്മൾ എപ്പോഴാണ് നന്നാവുന്നതെന്ന് പറയാൻ പറ്റൂല. ചെറിയ കാര്യം കൊണ്ടായിരിക്കും ഉയർച്ച കിട്ടുക. അപ്പൊ ശരിക്കും ശ്രദ്ധിക്കുക, നമ്മൾ ചെയ്യുന്ന തെറ്റുകളുടെ ഗൗരവം വലിയ ഗൗരവമാണ്. ചിലപ്പോൾ ഇസ്ലാം മതത്തിൽ നിന്ന് പുറത്തു പോകും. അതാ ഇപ്പൊ പറഞ്ഞത്, ഖുർആനിൻ്റെതാകുന്ന വചനങ്ങൾ നിസ്സാരമായി കാണരുത്. കാണുന്ന അക്രി കച്ചവടക്കാർക്കൊക്കെ കൊണ്ടുപോയി കൊടുക്കുന്ന അവസ്ഥയുണ്ടാകരുത്. വലിയ വിഷയമാണ്. ഇസ്ലാം മതത്തിൽ നിന്ന് തന്നെ, ദീനിൻ്റെതാകുന്ന ഷിആറിൽപ്പെട്ടതല്ലേ, ദീനിൽ നിന്ന് തന്നെ പുറത്തു പോകും. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അതുകൊണ്ട് ശ്രദ്ധിക്കണം. അത് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ റമളാനിൽ ഏറ്റവും കൂടുതൽ പടച്ച റബ്ബിനോട് ചോദിക്കേണ്ടത് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. ല്ലേ? ഈ 4 കാര്യങ്ങളാണ് റമളാനിൽ ഏറ്റവും അധികരിപ്പിക്കാൻ പറഞ്ഞത് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എത്ര വട്ടം നമ്മൾ ചെല്ലി ഈ റമദാൻ ഇത്രയും ദിവസമായിട്ട് നിസ്കാരത്തിന് ശേഷം ഒരു 3 വട്ടം ചെല്ലാൻ പോലും മടി കാണിച്ച് എഴുന്നേറ്റ് പോകുന്ന ആളുകളായി നമ്മളിൽ പരം മാറിയില്ലേ? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് ചോദിച്ചാൽ റബ്ബിന്റെ പൊരുത്തം കിട്ടും. മഴ കിട്ടാതെ വിഷമിക്കുന്നവരെ ഇസ്തിഗ്ഫാർ ചൊല്ലിയാൽ മഴ കിട്ടും. ഖുർആനാണ് പറഞ്ഞത്, ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ ويمددكم بأموال وبنين ويجعل لكم جنات ويجعل لكم أنهارا. അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചൊല്ലിയാൽ അള്ളാഹു പാപം പുറത്തു നൽകുക മാത്രമല്ല, അള്ളാഹു മഴ നിങ്ങൾക്ക് വർഷിച്ചു നൽകുമേ. കാരുണ്യത്തിന്റെ മഴയാണ്, കുത്തിച്ചൊരിയുന്ന മഴ അള്ളാഹു വർഷിച്ചു നൽകുമേ. തൗബ ചെയ്യണം, ഇസ്തിഗ്ഫാർ ചെയ്യണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതൊക്കെ തൗബയിലൂടെ കിട്ടുള്ളൂ. ഇസ്തിഗ്ഫാർ ചെയ്തു നോക്കിയാൽ നല്ല മഴ കിട്ടും. ഇന്ന് രാത്രി തന്നെ മഴ പെയ്യും, ഉറപ്പാണ്. ശരിക്കും മനസ്സിരുത്തി തൗബ ചെയ്യണം. ഖുർആനാണ്, അല്ലാഹു പറഞ്ഞതാണിത്. യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ, കുത്തിച്ചൊരിയുന്ന മഴ അള്ളാഹു നിങ്ങൾക്ക് വർഷിച്ചു നൽകുമേ. നിങ്ങൾ ഇസ്തിഗ്ഫാർ ചൊല്ലണേ എന്ന് വിശുദ്ധമായ ഖുർആൻ. വയംദിദുകും
ബിഅംവാലിൻ വബനീൻ. കച്ചവടമില്ല, പ്രയാസമാണ്, സാമ്പത്തികമായി ഞെരുക്കമാണെന്ന് പറയുന്നവരെ അല്ലാഹു നിങ്ങൾക്ക് സമ്പത്ത് നൽകമേ. മക്കളില്ലാതെ വിഷമിക്കുന്നതായ മുഅ്മിനേ മുഅ്മിനത്തേ, ഇസ്തിഗ്ഫാർ അധികരിപ്പിച്ചാൽ വബനീന അല്ലാഹു നിങ്ങൾക്ക് സന്താനങ്ങളെ നൽകുമേ. വയജഅൽ ലക്കും ജന്നാത്തിൻ വയജഅൽ ലക്കും അൻഹാറാ. അൻവാർ ശേരിയുടെ തിരുമുറ്റത്ത് ഒരുമിച്ച് കൂടിയ പ്രിയപ്പെട്ട മുസ്ലിമേ മുസ്ലിമത്തെ, നിനക്ക് എപ്പോഴും ചെല്ലാൻ സാധിക്കുന്ന നിന്റെ നാവിന്മേൽ എളുപ്പമായ ദിക്റല്ലേ അസ്തഗ്ഫിറുല്ലാഹല്ലദീം. ഉന്നതനായ അല്ലാഹുവിനോട് ഞാൻ പാപമോചനത്തിന് തേടുകയാണ്. നീ ചെയ്തതാകുന്ന സകല തിന്മകളും പടച്ച റബ്ബിലേക്ക് ഏറ്റുപറഞ്ഞുകൊണ്ട് വിശുദ്ധമായ റമദാനിന്റെ 27-ാം രാവിൽ നാഥനാകുന്ന റബ്ബിനോട് നീ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഇസ്തിഗ്ഫാർ ചൊല്ലിയാൽ അല്ലാഹു നിന്റെ പാപം പുറത്തു നൽകുക മാത്രമല്ല, നിനക്ക് മഴ വർഷിച്ച് നൽകുക മാത്രമല്ല, അല്ലാഹു നിനക്ക് സമ്പത്ത് നൽകുക മാത്രമല്ല, അല്ലാഹു നിനക്ക് സന്താനങ്ങൾ നൽകുക മാത്രമല്ല, സ്വർഗീയ അരുവികളും സ്വർഗീയമാകുന്ന ഉദ്യാനങ്ങളും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമേ എന്ന് പരിശുദ്ധമായ ഖുർആൻ. ആദരവായ പ്രവാചകർ പറഞ്ഞില്ലയോ, മല്ലസിമൽ ഇസ്തിഗ്ഫാറ ജഅലല്ലാഹു ലഹു മിൻ കുല്ലി ളീഖിൻ ഫറജാ വമിൻ കുല്ലി ഹമ്മിൻ മഖറജാ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാറിനെ ലാസിമാക്കിയാൽ മുടങ്ങാതെ ചെയ്തു വരുന്ന മനുഷ്യ അല്ലാഹുവിന്റെ റസൂൽ ചെയ്തതല്ലേ. കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ യസ്തഗ്ഫിറു ലഹു 70 മറത്തൻ ഔ 100 മറ. 70-100 പ്രാവശ്യമോ മുടങ്ങാതെ എല്ലാ ദിവസവും ഇസ്തിഗ്ഫാർ ചൊല്ലിയിരുന്ന പ്രവാചകരുടെ തിരുസുന്നത്ത് നീ മുറുകെ പിടിച്ചാൽ എല്ലാ മനപ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു സംരക്ഷണം നൽകുമേ, എല്ലാ ദുരിതങ്ങളിൽ നിന്നും അല്ലാഹു നിനക്ക് റാഹത്ത് നൽകുമേ. വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. വിചാരിക്കാത്ത ഭാഗത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് റിസ്ക് നൽകുമേ എന്നും നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി. വിഭവങ്ങൾ അധികരിക്കും, വീട്, വാഹനം എല്ലാം പെട്ടു. റിസ്ക് എന്ന് പറഞ്ഞാൽ അന്നപാനീയങ്ങൾ മാത്രമല്ല, എല്ലാം ഉൾപ്പെട്ടു. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതൊക്കെ ഏറ്റവും കൂടുതൽ റിസ്ക്കൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളിലേക്ക് ഏൽപ്പിച്ച് അവരത് ഓരോ സ്ഥലങ്ങളിലേക്ക് കൃത്യമായി എത്തിക്കുന്നതാകുന്ന രാവ് കൂടിയാണ് ലൈലത്തുൽ ഖദ്ർ. അതാണ് നിർണയ രാത്രി. നമ്മുടെ റിസ്ക്കും അടുത്തൊരു വർഷത്തേക്കുള്ള നമ്മുടെ ആയുസ്സും ഒക്കെ തീരുമാനിക്കപ്പെടുന്നതാകുന്ന രാവാണ്. അതുകൊണ്ടാണല്ലോ ഈ രാവിന് ഇത്രയേറെ പുണ്യവും ഇത്രയേറെ മഹത്വവും മനസ്സിലാക്കി നമ്മൾ ഇസ്തിഗ്ഫാർ ചൊല്ലി പാപമോചനം തേടി നാഥനായ റബ്ബിലേക്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ട് കരങ്ങൾ ഉയർത്തുന്നത്. ഖേദവും ദുഃഖവും നമുക്ക് അനിവാര്യമാണ്. അല്ലാഹയെ പേടിച്ച് പൊട്ടിക്കരയുന്നവന് നരകം ഹറാമാണ്. അവൻ ഒരിക്കലും നരകത്തിൽ പ്രവേശിക്കൂല. ഹബീബ് മുഹമ്മദ് മുസ്തഫ അല്ലാഹു കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തട്ടെ. എന്ത് വേണം അതിന്? ഇസ്തിഗ്ഫാർ ദായിമാക്കണം. എപ്പോഴും ഇസ്തിഗ്ഫാർ, 100 വട്ടം ഇസ്തിഗ്ഫാർ ചെല്ലാതെ ഒരു ദിവസം നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോകാൻ പാടില്ല. ഇന്ന് നമ്മൾ സുന്നികൾക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റ് എന്താണെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ വ്യക്തമായി പറയും. നമ്മൾ ഇന്ന് സുബ്ഹാനല്ലാഹും അൽഹംദുലില്ലാഹും അല്ലാഹു അക്ബറിനും ലാ ഇലാഹ ഇല്ലല്ലാഹും സ്വലാത്തിനും ഈ പറഞ്ഞ ഇസ്തിഗ്ഫാറിനും ഒന്നും മഹത്വം കാണുന്നില്ല. അർത്ഥം അറിയാത്ത എന്തെങ്കിലും ഒരു ദിക്ർ കിട്ടിയ വലിയ കിട്ടലായിട്ട് നടക്കുക. നമുക്കതാ ഇന്ന് പറ്റിയ ഏറ്റവും വലിയ പ്രശ്നം. ഈ ദിക്റുകൾക്കുള്ള മാഹാത്മ്യവും ഖുർആൻ വെച്ചുകൊണ്ട് സംസാരിക്കാതിരുന്നാൽ മണിക്കൂറുകൾ വേണം. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ഈ ദുആ ഇന്ന് വില കൊടുക്കുന്നില്ല. റബ്ബന ലാ തുസിഉ ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദൻക റഹ്മതൻ ഇന്നക അൻതൽ വഹാബ്. ഈ പ്രാർത്ഥന ഒരു ഖതീബ് ദുആ ചെയ്താൽ ആ ഖതീബിന് വിലയില്ല. കടുകട്ടിയുള്ള വാക്ക് കേട്ടിട്ട് ദുആ ഇറക്കുന്നവരെയാണ് ആളുകൾ ഇന്ന് തേടുന്നത്. ഈ ഖുർആനികമാകുന്ന പ്രാർത്ഥനകൾ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചെയ്ത ദുആആണ്. ആരാണ് ശ്രദ്ധിക്കുന്നത്? ആർക്കാണ് ഇതിന് വില കൊടുക്കാൻ സാധിക്കുന്നത്? നമ്മൾ അതുകൊണ്ട് ഖുർആനിലേക്ക് മടങ്ങുക, ഖുർആനിന്റെ പ്രാർത്ഥനകളെ ശ്രദ്ധിക്കുക. വലിയ അർത്ഥവത്തായ പ്രാർത്ഥനകളാണ്, നിസ്സാരമായ പ്രാർത്ഥനകളല്ല. റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമ ഇന്നഹാ സഅത് മുസ്തഖറൻ വമുഖാമ. സുബ്ഹാനല്ലാഹ്. അതിനേക്കാൾ വലിയ ദുആ ഏതാണ് സഹോദരങ്ങൾ? നരകീയ മോചനം, അതല്ലേ ഏറ്റവും വലുത്. ഫമൻ സുഹസിഹാനിൻ നാർ വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്.
കത്തിച്ചൊലിക്കുന്ന നരകത്തിൽ നിന്ന് വിദൂരമാക്കപ്പെടുകയും സ്വർഗത്തിലേക്ക് കടക്കാനുള്ള ടിക്കറ്റ് ആർക്കെങ്കിലും ലഭിച്ചോ ഫഖദ്. അതുകൊണ്ടല്ലേ റമദാനിലെ ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ടതാകുന്ന 10 അള്ളാഹുവിനോട് തേടുന്നത്, അള്ളാഹുവേ അല്ലാഹുമ്മ അത്ഖിനി മിനന്നാർ വഅദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ. നരകത്തിൽ നിന്ന് പിരടിയെ ഒന്ന് മോചിപ്പിച്ച് നൽകണേ അല്ലാഹ്, സ്വർഗത്തിലേക്ക് കടത്തണേ അല്ലാഹ്. ചോദിക്കാതെ ഒരു മുഅ്മിനും പോകാൻ പാടില്ല. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതാണ് നബിതങ്ങൾ പറഞ്ഞത്, സ്വർഗം ചോദിക്കാതെയും നരകത്തെ തൊട്ട് കാവല് തേടാതെയും നിന്റെ ജീവിതം പോകാൻ പാടില്ല. ലാ ഗന ലക്കും അൻഹുമ, അത് നിങ്ങൾക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരങ്ങളെ, അതുകൊണ്ട് അതിനുവേണ്ടിയുള്ള തേട്ടത്തിന്റെ സമയവും സന്ദർഭവുമാണിത്. നരകീയ മോചനം നമുക്ക് സാധ്യമാക്കിയെടുക്കണം. അതിനേറ്റവും ഉപയുക്തമായ അമലാണ് 40 ദിവസം മുടങ്ങാതെ ജുമഅയും ജമാഅത്തും പുരുഷന്മാര് ഇമാമിന്റെ അവ്വൽ തക്ബീറിൽ നീ ശ്രദ്ധിക്കുക. നരകീയ മോചനം കിട്ടും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മൻ സല്ലല്ലാഹു 40 യൗമൻ യുദ്രികു തക്ബീറത്തുൽ ഊല ഫി ജമാഅത്തിൻ കുതിബ ലഹു ബറാഅതാനി ബറാഅത്തും മിനൻ നാരി വബറാഅത്തും മിനൻ നിഫാഖി ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നരകീയ മോചനം, കാപട്യത്തിൽ നിന്നുള്ള മോചനം, 2 കാര്യങ്ങൾ സാധ്യമാകും. 40 ദിവസം എന്ത് വേണം? ഇമാമും ജമാഅത്തും കറക്റ്റ് ആയിരിക്കണം. ഇമാമ് അവ്വൽ തക്ബീർ കെട്ടുമ്പോൾ നമ്മളൊക്കെ പള്ളിയിൽ വരണം. അതിന് ഈ റമദാനിൽ ചെയ്തു വെച്ച ശീലം നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അത് മുടങ്ങാതെ മുന്നോട്ട് പോകണം. ആരാണ് റമദാൻ കൊണ്ട് വിജയിച്ചവനാരാ? പെരുന്നാളിന് അന്നത്തെ ദിവസം അലി റളിയല്ലാഹു അൻഹുവിനെ ഒരു വ്യക്തി കാണുകയാണ്. ശ്രദ്ധിക്കണം, ഞാൻ നിർത്തുകയാണ്. ഒറ്റ ചരിത്രം കേൾക്കൂ. അലി റളിയല്ലാഹു അൻഹുവിനെ ഒരു വ്യക്തി കണ്ടു. എങ്ങനെയാണ് അലി റളിയല്ലാഹു അൻഹു യഅകുലു ഖുബ്സൻ, ബഹുമാനപ്പെട്ടവർ ഒരു റൊട്ടി കഷ്ണം കഴിക്കുന്നുണ്ട്. ജാഫൻ, ഉണങ്ങിയ റൊട്ടി കഷ്ണമാണ് കഴിക്കുന്നത്. ഉടനെ ഇദ്ദേഹം വന്നിട്ട് ചോദിച്ചു, അതഅകുലു ഖുബ്സൻ ജാഫൻ ഫി യൗമിൽ ഈദ്, പെരുന്നാൾ ദിവസമായിട്ട് നിങ്ങൾ ഈ ഉണങ്ങിയ റൊട്ടി അടിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഇതാണ് അടിക്കുന്നത്, വേറെ ഒന്നും കിട്ടുന്നില്ല. പെരുന്നാളല്ലേ, ഇതാണ് കഴിക്കുന്നത്. ഉടനെ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, മോനെ, ആർക്കാണ് പെരുന്നാൾ? പെരുന്നാൾ എന്ന് പറയുന്നത് ആരാണ് പെരുന്നാൾ ആഘോഷിക്കാൻ ബന്ധപ്പെട്ടവൻ? പെരുന്നാൾ ആഘോഷിക്കുക എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയല്ല, മൻ ലബിസൽ ജദീദ, പുതുവസ്ത്രം ധരിച്ചവനല്ല പെരുന്നാൾ ആഘോഷിക്കുന്ന വ്യക്തി. അല്ലെങ്കിൽ അക്കല സരീദ, നല്ല പത്തിരിയും ഇറച്ചിയും കഴിക്കുന്നവനല്ല പെരുന്നാൾ ആഘോഷിക്കുക. മറിച്ച് ആരാണ് പെരുന്നാൾ ആഘോഷിക്കേണ്ടത്? ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു പറയുന്നു, അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് പരിശുദ്ധമാക്കപ്പെട്ട റമദാനിൽ നോമ്പ് നോറ്റ് ആ നോമ്പ് സ്വീകരിക്കപ്പെട്ടു എന്ന് ഉറപ്പുള്ളവൻ, ഇന്നലകളിൽ നിസ്കരിച്ചു തീർത്തതാകുന്ന തറാവീഹ് നമസ്കാരങ്ങളെല്ലാം അള്ളാഹു സ്വീകരിച്ചു എന്ന് ഉറപ്പുള്ളവൻ, തീർച്ചയായും അവനാണ് പരിശുദ്ധമാക്കപ്പെട്ട പെരുന്നാള് ആഘോഷിക്കാൻ ബന്ധപ്പെട്ടവൻ. എന്നിട്ട് ബഹുമാനപ്പെട്ടവർ പറയുന്നു, എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാ ദിവസവും പെരുന്നാളാണ്. ഇന്നും എനിക്ക് പെരുന്നാളാണ്, നാളെയും എനിക്ക് പെരുന്നാളാണ്. എല്ലാ ദിവസവും തെറ്റ് ചെയ്യാത്ത ഒരു മുഅ്മിനിന് പെരുന്നാൾ തന്നെയാണ്. ഒരു മുഅ്മിൻ അവന്റെ യഥാർത്ഥ ജീവിതം എല്ലാ ദിവസവും ആഘോഷമാക്കി മാറ്റണമെങ്കിൽ ആർക്കാണ് ആഘോഷിക്കാൻ സാധിക്കുക? പെരുന്നാൾ. പരിശുദ്ധ റമദാനിൽ നോമ്പുകൾ സ്വീകരിക്കപ്പെടുകയും പരിശുദ്ധമാക്കപ്പെട്ട തറാവീഹ് അടക്കമുള്ള നമസ്കാരങ്ങൾ കൊണ്ട് സ്വീകാര്യത വരുത്തി എന്ന് ഉറപ്പ് കിട്ടുകയും തെറ്റുകളിൽ നിന്ന് മുക്തമായ ജീവിതം നയിക്കുകയും ചെയ്ത വ്യക്തിക്കാൻ അള്ളാഹു കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ സദസ്സ് അതിന് നിദാനമാക്കുമാറാവട്ടെ. മഗ്‌രിബിന് തൊട്ടു മുമ്പുള്ള സമയം ദുആഇന് ഇജാബത്താണ്. വ ഇന്ന ലികുല്ലി മുസ്ലിമിൻ വ മുസ്ലിമത്തിൻ ദഅവത്തുൻ മുസ്തജാബത്തുൻ ഫീ കുല്ലി റമളാൻ വ ഇന്നല്ലാഹ അസ്സ വജല്ല ഉതഖാ ഇൻദ കുല്ലി ഫിത്റിൻ. പരിശുദ്ധമാക്കപ്പെട്ട റമളാനിന്റെ എല്ലാ സമയത്തും മുഅ്മിനിന് ദുആഇന് ഇജാബത്തുണ്ട്. പ്രത്യേകിച്ച് നോമ്പ് തുറക്കുന്ന സമയത്ത് കോടാനുകൂടി ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന ഈ സന്ദർഭത്തിൽ മഗ്‌രിബിന് തൊട്ടു മുമ്പുള്ള ഈ സന്ദർഭം വലിയ ഇജാബത്താണ്. ഉസ്താദ് അവരുടെ കരങ്ങൾ ഉയരുമ്പോൾ കണ്ടമിടര് നമ്മളൊക്കെ ദുആ ഇരക്കണം. നമ്മുടെയൊക്കെ എല്ലാവർക്കും അല്ലാഹു സന്തോഷവും റാഹത്തും നൽകട്ടെ. ഈ സ്ഥാപനത്തെ ശാരീരികമായി, മാനസികമായി, സാമ്പത്തികമായി ഏതെല്ലാം നിലക്ക് സഹായിക്കുന്നവരുണ്ടോ വർണ്ണമായ പ്രതിഫലം അല്ലാഹു ഇരുലോകത്തും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്ത് ബഹുനിരാകുന്ന ഉസ്താദ് അവർക്ക് വേണ്ടി മൈക്ക് കൈമാറി നിർത്തുന്നു. നല്ല രാവാണ്. നിങ്ങളൊക്കെ ഈ വിനീതനെയും ദുആയിൽ ഉൾപ്പെടുത്തണമെന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين
اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. آمين. الحمد لله رب العالمين. الحمد لله الذي أنعم علينا وهدانا إلى دين الإسلام. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم أوصل مثل ثواب ما قرأناه وصليناه وذكرناه هذه هدية واصلة ورحمة نازلة وبركة شاملة منا إلى حضرة روح نبينا وحبيبنا وشفيعنا وهادينا ومرشدنا وقرة أعيننا وحبيب قلوبنا مصطفى محمد صلى الله عليه وسلم، وإلى أرواح الشهداء البدريين والوحديين والحنينيين والخندقيين وبقية الصحابة والقرابة أجمعين رضوان الله تعالى عنهم أجمعين، ونفعنا ببركاتهم وعلومهم في الدارين. وإلى أرواح جميع الأنبياء والأولياء والعلماء والشهداء والصديقين والصالحين، وإلى أرواح كل ولي وولية أينما كانوا من مشارق الأرض إلى مغاربها صغيرا وكبيرا ذكرا وأنثى أجمعين. اللهم زدهم شرفا على شرفهم وكرامة على كرامتهم وفضلا على فضلهم وجاها على جاههم وبركة على بركتهم وزيادة على زيادتهم. اللهم بحقهم وبفضلهم وبشرفهم حصل جميع مرادنا وبلغ آمالنا وقض حوائجنا وحوائج المحتاجين واشف أمراضنا وأمراض مرضانا ودفع بلياتنا يا دافع البليات. وإلى أرواح آبائنا وأمهاتنا ومشايخنا وأستاذنا وإخواننا وأخواتنا وجدنا وجداتنا وسائر أقاربنا كلهم عامة إنك على كل شيء قدير. اللهم اغفر لنا ولهم يا غافر المذنبين. اللهم اجعل ثواب ذلك فداء لنا وفداء لهم من عذاب القبر وفتنته ومن عذاب النار. اللهم اجعل ثواب ذلك فكاكا لنا وفكاكا لهم من عذاب القبر وفتنته ومن عذاب النار. റഹ്മാനായ രാജസയ്യിദായ തമ്പുരാനെ, കരുണക്കടലായ തമ്പുരാനെ, ദയാലുവായ തമ്പുരാനെ, നമ്മുടെ ഈ സമ്മേളനം നീ വിജയിപ്പിക്കണേ തമ്പുരാനെ, നീ മക്ബൂലാക്കി തരണേ തമ്പുരാനെ, സ്വീകരിക്കണേ തമ്പുരാനെ. ഇതിൽ ആരെല്ലാം പങ്കെടുത്തിട്ടുണ്ടോ അവരെല്ലാം നീ മക്ബൂലാക്കണേ തമ്പുരാനെ. ആരെല്ലാം ഇത് ശ്രവിക്കുന്നുണ്ടോ അവരെല്ലാം നീ മക്ബൂലാക്കി കൊടുക്കണേ തമ്പുരാനെ. പടച്ചവനെ, ഞങ്ങൾ ആദ്യം മുതൽ റമദാൻ 1 മുതൽ ചെയ്ത എല്ലാ അമലുകളും നീ സ്വീകരിക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ നോമ്പിനെ നീ സ്വീകരിക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ നമസ്കാരത്തെ സ്വീകരിക്കണേ തമ്പുരാനെ. നമ്മുടെ തറാവീഹിനെ നീ സ്വീകരിക്കണേ തമ്പുരാനെ. എല്ലാ അമലുകളും നീ സ്വീകരിക്കണേ തമ്പുരാനെ. ലൈലത്തുൽ ഖദർ അനുഭവിക്കാൻ ഞങ്ങൾക്കെല്ലാവർക്കും നീ ഭാഗ്യം നീ തരണേ തമ്പുരാനെ. ലൈലത്തുൽ ഖദറിൽ വേണ്ടതുപോലെ അമൽ ചെയ്യാൻ ഞങ്ങൾക്ക് നീ തൗഫീക്ക് ചെയ്യണേ തമ്പുരാനെ. നീ മക്ബൂലാക്കി തരണേ തമ്പുരാനെ. നിന്റെ അടുക്കൽ സാക്ഷി നിൽക്കുന്നവരാക്കണേ. ഈ മാസത്തെ, ഈ റമദാൻ മാസത്തെ, നോമ്പ് മാസത്തെ നിന്റെ അടുക്കൽ സാക്ഷി നിൽക്കുന്നവരായി ആക്കണേ തമ്പുരാനെ. ഞങ്ങൾക്ക് വേണ്ടി സാക്ഷി നിൽക്കുന്നവരാക്കണേ തമ്പുരാനെ. നിന്റെ അടുക്കൽ വന്ന് അള്ളാഹു ചോദിക്കും നിന്റെ അടുക്കലേക്ക്. ആ റമദാനെ നോമ്പിനോട് അള്ളാഹു താല ചോദിക്കുന്നു, അല്ലയോ നോമ്പേ, നിന്നെ ഞാൻ അയച്ചു, നിന്നെ സ്വീകരിച്ചോ, നിന്നെ എല്ലാവരും എൻ്റെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്ത് നിന്നെ സ്വീകരിച്ചോ എന്ന് ചോദിക്കുമ്പോൾ ആ നോമ്പ് എന്താണ് പറയുന്നത്? പടച്ചവനെ, ഒരു വിഭാഗം ആളുകളെ പറ്റി അദ്ദേഹം പറയുന്നു, ശരിയായ നിലയിൽ
ആ നോമ്പ് തന്നെയാണ് പറയുന്നത്. അള്ളാഹുവിനോട് നേരെ പറയുകയാണ്, നല്ല നിലയിൽ സ്വീകരിച്ചു, നല്ല നിലയിൽ നോമ്പനുഷ്ഠിച്ചു, നല്ല നിലയിൽ ഖുർആൻ ഓതി, നല്ല നിലയിൽ തസ്ബീഹ് ചൊല്ലി, ദിക്റുകൾ ചൊല്ലി, നമസ്കരിച്ചു, തറാവീഹ് നമസ്കരിച്ചു, എല്ലാ അമലുകളും വേണ്ടതുപോലെ ചെയ്തു എന്ന് നിന്നോട് മറുപടി പറയുന്ന ആ കൂട്ടരിൽ ഞങ്ങളെ നീ എല്ലാവരെയും നീ പെടുത്തി തരണേ തമ്പുരാനെ, ഞങ്ങളെ നീ പെടുത്തി തരണേ തമ്പുരാനെ. ഞങ്ങളിൽ നിന്നും വന്നുപോയ പാപങ്ങൾ എല്ലാം നീ പുറത്ത് മാപ്പാക്കി തരണേ തമ്പുരാനെ. ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും നീ പുറത്ത് മാപ്പാക്കി തരണേ തമ്പുരാനെ. അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ പാപങ്ങളെല്ലാം നീ പുറത്ത് മാപ്പാക്കി തരണേ തമ്പുരാനെ. ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയവരുണ്ട് തമ്പുരാനെ, ഞങ്ങളുടെ മാതാപിതാക്കളുണ്ട് തമ്പുരാനെ, ഉസ്താദന്മാരുണ്ട്, സഹോദരന്മാരുണ്ട്, സഹോദരിമാരുണ്ട്, വേണ്ടപ്പെട്ടവരുണ്ട്, നമ്മുടെ ഉസ്താദന്മാരുണ്ട്, പടച്ചവനെ നമ്മുടെ മശായിഖുകളുണ്ട്. അവരെല്ലാം മരണപ്പെട്ടു പോയി തമ്പുരാനെ. അവരുടെ എല്ലാ പാപങ്ങളും നീ പുറത്ത് മാപ്പാക്കി കൊടുക്കണേ തമ്പുരാനെ. അവരുടെ ഖബറുകളെല്ലാം നീ സ്വർഗത്തോപ്പാക്കി കൊടുക്കണേ തമ്പുരാനെ. അവരുടെ ഖബറുകൾ നീ വിശാലമാക്കി കൊടുക്കണേ തമ്പുരാനെ. അവരുടെ ഖബറുകളെല്ലാം നീ വിശാലമാക്കി സന്തോഷകരമാക്കി കൊടുക്കണേ തമ്പുരാനെ. അവരുടെ ബർസഖിയായ ജീവിതം നീ സന്തോഷകരമാക്കണേ തമ്പുരാനെ. അവരുടെ ഉഖ്റവിയായ ജീവിതവും നീ സന്തോഷകരമാക്കി കൊടുക്കണേ തമ്പുരാനെ. പടച്ചവനെ, ഞങ്ങളിൽ നിന്നും പലരും പല വിധത്തിലുള്ള രോഗങ്ങളെ കൊണ്ട് വിഷമിക്കുന്നുണ്ട് റബ്ബേ. പലരും ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട് റബ്ബേ. ഇന്ന് വായിക്കപ്പെട്ടവരുണ്ട് റബ്ബേ. അവരുടെയും ഞങ്ങളുടെയും എല്ലാ അസുഖങ്ങളും നീ മാറ്റിത്തരണേ തമ്പുരാനെ. നിനക്ക് കഴിവുള്ളവനാണല്ലോ തമ്പുരാനെ. നിന്നെ കുഞ്ഞെന്ന് പറഞ്ഞാൽ മതിയല്ലോ, ഉടനെ മാറൂല്ലോ റബ്ബേ. ഞങ്ങളുടെ എല്ലാ രോഗങ്ങളും ഉടനെ മാറുമല്ലോ റബ്ബേ. ഈ ലൈലത്തുൽ ഖദറിന്റെ ഹക്കുണ്ട്, 25 രാവിന്റെ ഹക്കുണ്ട്, ഈ റമദാൻ മാസത്തിന്റെ ഹക്കുണ്ട്. പടച്ചവനെ, ഞങ്ങളുടെ എല്ലാ അസുഖങ്ങളും നീ മാറ്റിത്തരണേ തമ്പുരാനെ. ആരെല്ലാം ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ടോ അവരുടെ അസുഖങ്ങളെല്ലാം നീ മാറ്റിത്തരണേ തമ്പുരാനെ, മാറ്റി കൊടുക്കണേ തമ്പുരാനെ. എല്ലാ രോഗങ്ങളെ തൊട്ട് ഞങ്ങളെയും അവരെയും നീ കാക്കണേ തമ്പുരാനെ. എല്ലാ ഭീകരമായ രോഗങ്ങളെ തൊട്ട് ഞങ്ങളെ നീ കാക്കണേ തമ്പുരാനെ, അവരെയും നീ കാക്കണേ തമ്പുരാനെ. മാരകമായ രോഗങ്ങളെ തൊട്ട്, വേദനാജനകമായ രോഗങ്ങളെ തൊട്ട് ഞങ്ങളെല്ലാവരെയും നീ കാക്കണേ തമ്പുരാനെ. ഈ സദസ്സിലുള്ളവരെല്ലാവരെയും നീ കാക്കണേ. ഇവിടെ ആരെല്ലാം വന്നു പോയിട്ടുണ്ടോ അവരെല്ലാം കാക്കണേ. ആരെല്ലാം ദുആ കൊണ്ട് പലരും വസിയ്യത്ത് ചെയ്തിട്ടുണ്ട് അവരെയും നീ കാക്കണേ. ഇതിനു വേണ്ടി ആരെല്ലാം സംഭാവനകൾ ചെയ്തിട്ടുണ്ടോ, ഈ സ്ഥാപനത്തിന് വേണ്ടി ചെയ്തിട്ടുണ്ടോ, മൈദനിക്ക് വേണ്ടി ചെയ്തിട്ടുണ്ടോ, അവരുടെ ഉദ്ദേശങ്ങളെല്ലാം ഈ 27ന്റെ ഹക്ക് കൊണ്ട് നീ സാധിച്ചു കൊടുക്കണേ തമ്പുരാനെ. എല്ലാം നീ സാധിച്ചു കൊടുക്കണേ തമ്പുരാനെ. മദനിയുടെ അസുഖങ്ങളെല്ലാം നീ മാറ്റിക്കൊടുക്കണേ തമ്പുരാനെ. മദനിയുടെ ഇപ്പോൾ നീ അല്ലാഹു പടച്ചവനെ, നീ വരുന്ന വലിയ റഹ്മത്താണ്. 3 മാസത്തേക്ക് നീ അവരിൽ നിന്ന്, അവരുടെ ആ പിടിയിൽ നിന്ന് വിട്ട് ജാമ്യം നാട്ടിലേക്ക് വരാൻ നീ അവർക്ക് അനുവാദം തന്നിരിക്കുന്നു റബ്ബേ. അത് നിന്റെ മഹദ് ഫളലാണ് റബ്ബേ. നിന്റെ മഹദ് ഫളൽ കൊണ്ട് ഇനിയും അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായ നിലയിൽ നീ ജാമ്യം കൊടുക്കണേ തമ്പുരാനെ. നല്ല സ്വാതന്ത്ര്യത്തോടുകൂടെ, എവിടെ പോകാനുള്ള സ്വാതന്ത്ര്യത്തോടു കൂടെ, ദീനിന് വേണ്ടി പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യത്തോടു കൂടെ ജാമ്യം കൊടുക്കണേ തമ്പുരാനെ. അദ്ദേഹത്തിൻ്റെ അസുഖം മാറ്റിക്കൊടുക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ അസുഖങ്ങളെല്ലാം മാറ്റിത്തരണേ തമ്പുരാനെ. പല വിധത്തിലുള്ള അസുഖങ്ങളാണ് അദ്ദേഹത്തിനെ അലട്ടിക്കൊണ്ടിരിക്കുന്നത് റബ്ബേ. നിന്റെ മഹദ് ഫളൽ കൊണ്ട് അദ്ദേഹത്തിൻ്റെ അസുഖങ്ങളെല്ലാം മാറ്റണേ തമ്പുരാനെ. ഞങ്ങളിൽ നിന്നും ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നും ആരൊക്കെല്ലാം രോഗങ്ങൾ ബന്ധപ്പെട്ടിട്ടുണ്ടോ ആ രോഗങ്ങളെല്ലാം നീ മാറ്റിത്തരണേ തമ്പുരാനെ. എല്ലാ രോഗങ്ങളെ തൊട്ടും ഞങ്ങളെ നീ കാക്കണേ തമ്പുരാനെ. പടച്ചവനെ, നീ ഞങ്ങൾക്ക് ഒരുപാട് നിഅമത്തുകൾ നീ ചെയ്തിട്ടുണ്ട് റബ്ബേ. എണ്ണിയ തീരാത്ത വഇൻ തഅഉദു നിഅമത്തല്ലാഹി ലാ തുഹ്സുഹാ. പരിശുദ്ധ ഖുർആനിൽ പറയുന്നില്ലേ, വഇൻ തഅഉദു, നിങ്ങൾ എണ്ണുകയാണെങ്കിൽ, വഇൻ തഅഉദു നിഅമത്തല്ലാഹ്, അല്ലാഹ് ചെയ്ത അനുഗ്രഹങ്ങളെ നിങ്ങൾ എണ്ണുകയാണെങ്കിൽ, ലാ തുഹ്സുഹാ, നിങ്ങളെ കൊണ്ട് എണ്ണി തീർക്കാൻ സാധ്യമല്ല. അത്ര കണ്ട് നിഅമത്തുകളാണ് അല്ലാഹു തആല നമുക്ക് ചെയ്തിട്ടുള്ളത്. എല്ലാവർക്കും നിഅമത്ത് ചെയ്തിട്ടുണ്ട്. പണക്കാരനും നിഅമത്ത്, പാവപ്പെട്ടവനും ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും അല്ലാഹു തആല വലിയ നിഅമത്ത് ചെയ്തിട്ടുണ്ട്. പടച്ചവനെ, ആ നിഅമത്തുകളെല്ലാം നീ ഞങ്ങൾക്ക് നിലനിർത്തി തരണേ തമ്പുരാനെ. തന്ന എല്ലാ നിഅമത്തുകളും ഞങ്ങൾക്ക് നീ നിലനിർത്തി തരണേ തമ്പുരാനെ. എല്ലാം നിലനിർത്തി തരണേ.
അതിൽ നീ അഭിവൃദ്ധി തരണേ തമ്പുരാന്, ബർക്കത്ത് തരണേ തമ്പുരാന്, ഉയർച്ച തരണേ തമ്പുരാന്. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർക്കെല്ലാം നീ ബർക്കത്ത് കൊടുക്കണേ തമ്പുരാന്. അവരുടെ കച്ചവടങ്ങളിൽ ബർക്കത്ത് കൊടുക്കണേ തമ്പുരാന്, അവരുടെ തൊഴിലുകളിൽ ബർക്കത്ത് കൊടുക്കണേ, അവരുടെ മക്കളിൽ ബർക്കത്ത് കൊടുക്കണേ, അവരുടെ ഭാര്യമാരിൽ ബർക്കത്ത് കൊടുക്കണേ. എല്ലാത്തിലും അവർക്ക് നീ ബർക്കത്ത് കൊടുക്കണേ തമ്പുരാനെ. മഅദനിക്ക് നീ ബർക്കത്ത് കൊടുക്കണേ തമ്പുരാനെ. മഅദനിക്ക് ഈ നാട്ടിൽ ഈ സ്ഥാപനത്തിന് വേണ്ടതുപോലെ അന്വേഷിക്കാൻ അദ്ദേഹത്തിന് നീ തൗഫീഖ് കൊടുക്കണേ, നല്ല ആഫിയത്ത് കൊടുക്കണേ തമ്പുരാനെ. പടച്ചവനെ ഖൈറും ബർക്കത്തും ഞങ്ങൾക്ക് നീ ചൊരിഞ്ഞു തരണേ തമ്പുരാനെ. ഞങ്ങളുടെ മക്കളെല്ലാം നീ സ്വാലിഹീങ്ങളാക്കണേ തമ്പുരാനെ, ആലിമീങ്ങളാക്കണേ തമ്പുരാനെ, ദീനിനോട് അനുകൂലമുള്ളവരാക്കണേ തമ്പുരാനെ. മക്കളെല്ലാം സ്വാലിഹീങ്ങളാക്കണേ തമ്പുരാനെ. ഞങ്ങളെല്ലാം നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് ചെയ്യണേ റഹ്മാനെ. ഇത് നീ മക്ബൂലാക്കണേ തമ്പുരാനെ. ഈ ലൈലത്തുൽ ഖദർ ഞങ്ങൾക്ക് ഗുണം ഞങ്ങൾക്ക് അനുകൂലമായി സാക്ഷി നിൽക്കണേ തമ്പുരാനെ. റമദാൻ മാസം ഞങ്ങൾക്ക് അനുകൂലമായി സാക്ഷി നിൽക്കണേ. ഞങ്ങളുടെ എല്ലാ അസുഖങ്ങളും നീ മാറ്റണേ. ഞങ്ങളുടെ കടങ്ങൾ പലരും കടം കൊണ്ട് വലഞ്ഞിട്ടുണ്ട് റബ്ബേ. അവരുടെ കടങ്ങളെല്ലാം നീ മാറ്റി കൊടുക്കണേ തമ്പുരാനെ, കടം തീർത്തു കൊടുക്കണേ തമ്പുരാനെ. അതുപോലെ മക്കളെ വിവാഹം ചെയ്യാൻ പ്രായവ്യത്യാസമുണ്ട് റബ്ബേ. അവരുടെ മക്കൾക്ക് വിവാഹം അനുകൂലമായ നല്ല വിവാഹം നീ അടുപ്പിച്ചു കൊടുക്കണേ. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും എല്ലാം നല്ല വിവാഹം അടുപ്പിച്ചു കൊടുക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും നീ മാറ്റിത്തരണേ റബ്ബേ. നീട്ടുന്നില്ല റബ്ബന ആതിന ഖൈറദ് ദുനിയ وخير الآخرة ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة وهيئ لنا من أمرنا رشدا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خير محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين.